ഓക്കെ, അടുത്ത ടേംസ് എന്ന് പറഞ്ഞാൽ അറ്റർബർഗ് ലിമിറ്റ് ആണ്. ഈ പറഞ്ഞ ചെറിയ ടേംസുകളൊക്കെ 3 മാർക്കിനൊക്കെ ഇടയ്ക്കൊക്കെ ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. അതിലൊരു ടേമാണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. PI അല്ലെങ്കിൽ IP കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ക്ലിയർ ആണല്ലോ അല്ലേ? സ്ക്രീൻ കാണാലോ അല്ലേ? ഓക്കെ, അടുത്ത ടേം അറ്റർബർഗ് ഇൻഡെക്സ് ആണ്. കുറച്ച് ടേംസ് ആണ്. അറ്റർബർഗ് ഇൻഡെക്സിൽ ഒരു 4-5 ടേംസ് തന്നെ ഉണ്ട്. അതിൽ ആദ്യത്തെയാണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറയും. PI അല്ലെങ്കിൽ IP കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലിക്വിഡ് ലിമിറ്റ് ആൻഡ് പ്ലാസ്റ്റിക് ലിമിറ്റ്. ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറയുക. ഓക്കെ, സോയില് ഏത് റേഞ്ചിലുള്ള വാട്ടർ കണ്ടന്റിലാണോ സോയില് പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ റിമെയിൻ ചെയ്യുന്നത്, ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ടേമിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. അല്ലെങ്കിൽ ഇത്രയും ഓർത്തിരിക്കുക, ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ലിക്വിഡ് ലിമിറ്റ് ആൻഡ് പ്ലാസ്റ്റിക് ലിമിറ്റ്. IP കൊണ്ട് I_P അല്ലെങ്കിൽ PI ആണ് ഡിനോട്ട് ചെയ്യുക. ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ്. അടുത്തതാണ് ലിക്വിഡിറ്റി ഇൻഡെക്സ്. LI അല്ലെങ്കിൽ IC എന്ന് പറയും. W മൈനസ് WP/IP. WP എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്, W എന്ന് പറഞ്ഞാൽ നാച്ചുറൽ കണ്ടീഷനിലെ സോയിലിലെ വാട്ടർ കണ്ടന്റ്, ഡിവൈഡഡ് ബൈ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഇൻറ്റു 100 ആണ് ലിക്വിഡിറ്റി ഇൻഡെക്സ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ നിയർനെസ് ഓഫ് വാട്ടർ കണ്ടന്റ് ടു ഇറ്റ്സ് ലിക്വിഡ് ലിമിറ്റ്. ഏത് വാട്ടർ കണ്ടന്റിനോട് അടുത്ത് വരുമ്പോഴാണ് ലിക്വിഡ് ലിമിറ്റ് എത്തുക, ആ വാല്യൂവിനെയാണ് ലിക്വിഡിറ്റി ഇൻഡെക്സ് എന്ന് പറയുക. ഇതിനെ വേറൊരു ടൈമും കൂടെ പറയും, വാട്ടർ പ്ലാസ്റ്റിസിറ്റി റേഷ്യോ. ഈക്വേഷൻ ആണ് IL is equal to W minus W/IP into 100. അതിനെയാണ് ലിക്വിഡിറ്റി ഇൻഡെക്സ് എന്ന്. IP പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് തൊട്ട് മുകളിൽ പറഞ്ഞില്ലേ? ഓക്കെ, IP തന്നാൽ ലിക്വിഡിറ്റി ഇൻഡെക്സ് നമുക്ക് ഇങ്ങനെ കാണാം. പ്ലാസ്റ്റിസിറ്റി ലിക്വിഡ് ലിമിറ്റും വാട്ടർ ലിമിറ്റും അറിയണം. ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും അറിയണം. പ്ലാസ്റ്റിക് ലിമിറ്റും നാച്ചുറൽ വാട്ടർ കണ്ടന്റും അറിയണം. അടുത്തതാണ് കൺസിസ്റ്റൻസി ഇൻഡെക്സ്. CI അല്ലെങ്കിൽ IC എന്ന് പറയും. WL ആണ്. തൊട്ട് മുകളിൽ W മൈനസ് WP ആയിരുന്നു. കൺസിസ്റ്റൻസി ഇൻഡെക്സ് ആകുമ്പം ലിക്വിഡ് ലിമിറ്റ് ആണ്. WL മൈനസ് നാച്ചുറൽ കണ്ടീഷനിലുള്ള വാട്ടർ കണ്ടന്റ് W ഡിവൈഡഡ് ബൈ IP ഇൻറ്റു 100 ആണ് കൺസിസ്റ്റൻസി ഇൻഡെക്സ്. തിരിഞ്ഞു പോകരുത്. ആദ്യത്തെ ലിക്വിഡിറ്റി ഇൻഡെക്സ് ആണ് W മൈനസ് WP/IP ആണ്. രണ്ടാമത്തെ കൺസിസ്റ്റൻസി ഇൻഡെക്സ് WL മൈനസ് W/IP ഇൻറ്റു 100 ആണ്. ഇതിന് പറയുന്ന വേറൊരു പേര് റിലേറ്റീവ് കൺസിസ്റ്റൻസി എന്നും പറയാറുണ്ട്. നാലാമത്തെ ടേമാണ് ഫ്ലോ ഇൻഡെക്സ്. ഫ്ലോ ഇൻഡെക്സ് വെരി ഇമ്പോർട്ടൻ്റ് ആയൊരു ടേമാണ്. എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ടേമാണ്. ഫ്ലോ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിക്വിഡ് ലിമിറ്റ് കാണുമ്പോൾ ഫ്ലോ കർവ് വരയ്ക്കും എന്ന് പറഞ്ഞല്ലോ. നമ്പർ ഓഫ് ബ്ലോസും വാട്ടർ കണ്ടന്റും വെച്ച് കർവ് വരയ്ക്കും. ആ കർവിനെയാണ് ഫ്ലോ കർവ് എന്ന് പറയാം. അതിൻ്റെ സ്ലോപ്പിനെയാണ് നമ്മൾ ഫ്ലോ ഇൻഡെക്സ് എന്ന് പറയാം. ഇറ്റ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ഫ്ലോ കർവ് ഒബ്റ്റെയിൻഡ് ബിറ്റ്വീൻ നമ്പർ ഓഫ് ബ്ലോസ് ആൻഡ് വാട്ടർ കണ്ടന്റ് ഇൻ കാസഗ്രാൻഡെ മെത്തേഡ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് ലിക്വിഡ് ലിമിറ്റ്. ലിക്വിഡ് ലിമിറ്റ് കണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്പർ ഓഫ് ബ്ലോസും വാട്ടർ കണ്ടന്റും വെച്ചിട്ട് എന്ത് ചെയ്യും? ഗ്രാഫ് വരയ്ക്കും. ആ ഗ്രാഫിൻ്റെ സ്ലോപ്പിനെയാണ് ഫ്ലോ ഇൻഡെക്സ് IF എന്ന് പറയുക. which is equal to W1 minus W2 divided by log 10 to the base N2 by N1. കണ്ടോ, ഇങ്ങനൊരു ഗ്രാഫ്, അതിൻ്റെ സ്ലോപ്പ്, അതിനെയാണ് ഫ്ലോ ഇൻഡെക്സ് എന്ന് പറയുക. N1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബ്ലോസ് റിക്വയർഡ് അറ്റ് വാട്ടർ കണ്ടന്റ് W1. W1 വാട്ടർ കണ്ടന്റ് എടുത്തപ്പോൾ കറസ്പോണ്ടിങ് ആയ നമ്പർ ഓഫ് ബ്ലോസ് ആണ് N1. N2 എന്ന് പറഞ്ഞാൽ W2 വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്തപ്പോൾ ഉണ്ടായ നമ്പർ ഓഫ് ബ്ലോസ്, അതാണ് N2. ഓക്കെ, അഞ്ചാമത്തെ ടേമാണ് ടഫ്നെസ് ഇൻഡെക്സ്. TI അല്ലെങ്കിൽ I_T എന്ന് പറയും. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ടു ഫ്ലോ ഇൻഡെക്സ്. IP/IFനെയാണ് ടഫ്നെസ് ഇൻഡെക്സ് എന്ന് പറയാം. അപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, എക്സ്പ്ലെയിൻ അറ്റർബർഗ് ഇൻഡെക്സ് അല്ലെങ്കിൽ വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് അറ്റർബർഗ് ഇൻഡെക്സ് എന്ന് ചോദിച്ചാൽ ഈ 5 ഇൻഡെക്സുകളാണ് എഴുതേണ്ടത്. തൊട്ട് മുകളിൽ നമ്മൾ പഠിച്ചത് ശ്രിങ്കേജ് പാരാമീറ്റേഴ്സ് ആണ്. എക്സ്പ്ലെയിൻ ശ്രിങ്കേജ് പാരാമീറ്റേഴ്സ് എന്ന് ചോദിച്ചാൽ ഈ 5 പാരാമീറ്റേഴ്സ് എഴുതണം, 4 പാരാമീറ്റേഴ്സ് എഴുതണം. ഓക്കെ, അങ്ങനെയാണ് അതിൽ ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം. ഈ ടേംസ് മറന്നു പോകാതിരിക്കുക, ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കുക.
ഇനി നമ്മൾ പറയണേ എന്തിനാണ് നമ്മൾ കുറെ ഇങ്ങനെ കൺസിസ്റ്റൻസി ലിമിറ്റും ഒക്കെ കണ്ടുപിടിച്ചു, എന്താണ് അതിന്റെ ആവശ്യം? അല്ലെങ്കിൽ അഞ്ചാമത്തെ ഫോർമുല ഒന്നുകൂടെ പറയാം. IP/IF, ടഫ്നെസ് ഇൻഡെക്സ് ഇസ് ദ റേഷ്യോ ഓഫ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ടു ഫ്ലോ ഇൻഡെക്സ്. IP എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്, IF എന്ന് പറഞ്ഞാൽ ഫ്ലോ ഇൻഡെക്സ്. അത് തമ്മിലുള്ള റേഷ്യോ ആണ് ടഫ്നെസ് ഇൻഡെക്സ്. ഓക്കെ. ഇനി പറയണത് നമ്മൾ ഇതുപോലെ ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും ഒക്കെ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ആണെന്ന് പറഞ്ഞ് കണ്ടു, അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ലിമിറ്റ് കണ്ടു. എന്താണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ എന്താണ് ഇത് യൂസ് എന്നാണ് പറയാം. ഇപ്പം നമ്മൾ ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും കണ്ടു. ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും നമുക്ക് വാല്യൂ കാണുമ്പോൾ മനസ്സിലാവും ഒരു സോയിൽ സാമ്പിളിൽ എത്രത്തോളം ക്ലേ കണ്ടന്റ് ഉണ്ടെന്നുള്ളതാണ് ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്, PI എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ആണ്. അതിൻ്റെ എമൗണ്ട് കണ്ടാലും നമുക്ക് എന്ത് മനസ്സിലാകും? എമൗണ്ട് ഓഫ് ക്ലേ, നമുക്ക് തന്നിരിക്കുന്ന സോയിൽ സാമ്പിളിലെ എമൗണ്ട് ഓഫ് ക്ലേ എത്രയാണെന്ന് മനസ്സിലാകും. അതുകൂടാതെ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് തന്നു കഴിഞ്ഞാൽ എത്രമാത്രം ഫൈൻ പാർട്ടിക്കിൾ ആണ് ആ സോയിൽ സാമ്പിൾ, ഫൈൻനെസ് എത്രത്തോളം ആണെന്നുള്ളതൊരു മെഷർമെൻറ്റ് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ദെൻ PI, പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സും ലിക്വിഡ് ലിമിറ്റും, പ്ലാസ്റ്റിക് ലിമിറ്റും ലിക്വിഡ് ലിമിറ്റും കമ്പയർ ചെയ്ത് നോക്കുമ്പം ഏത് ടൈപ്പ് ഓഫ് ക്ലേ ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കോമ്പിനേഷൻ ഓഫ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഇൻ കോമ്പിനേഷൻ വിത്ത് ലിക്വിഡ് ലിമിറ്റ് നമുക്ക് എന്ത് തരും? ഏത് ടൈപ്പ് ഓഫ് ക്ലേ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത യൂസ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ലിമിറ്റ് ഓഫ് എ സോയിൽ ഈസ് ആൻ ഇൻഡെക്സ് പ്രോപ്പർട്ടി ഓഫ് കംപ്രസിബിലിറ്റി ഓഫ് സോയിൽ. ലിക്വിഡ് ലിമിറ്റിൻ്റെ വാല്യൂ കണ്ടാൽ മനസ്സിലാകും ഇനി എത്രത്തോളം കംപ്രസിബിലിറ്റി ആ സോയിലിനുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം കംപ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ വോളിയത്തിന് ചേഞ്ചസ് സംഭവിക്കാൻ പറ്റും. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തതാണ് SI. SI എന്ന് പറഞ്ഞാൽ ഷ്രിങ്കേജ് ഇൻഡെക്സ് ആണ്. ഷ്രിങ്കേജ് ഇൻഡെക്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പെർസെൻറ്റേജ് ഓഫ് ക്ലേ ഫ്രാക്ഷൻ പ്രസൻറ്റ് ഇൻ ദ സോയിൽ. ഷ്രിങ്കേജ് ഇൻഡെക്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ക്ലേ ഫ്രാക്ഷൻ, ക്ലേ സൈസ് ഫ്രാക്ഷൻ ആ സോയിലുണ്ടെന്നുള്ളത് മനസ്സിലാകും. അല്ലെങ്കിൽ എന്താണ്, എമൗണ്ട് ഓഫ് ക്ലേ എത്രത്തോളം ഉണ്ടെന്നാണ് ഷ്രിങ്കേജ് ഇൻഡെക്സും മനസ്സിലാക്കി തരാം. അടുത്തതാണ് TI, ടഫ്നെസ് ഇൻഡെക്സ്. ടഫ്നെസ് ഇൻഡെക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാവണമെന്ന് വെച്ചാൽ എത്രത്തോളം ഷിയർ സ്ട്രെങ്ത് ഉണ്ട് സോയിലിന്. ടഫ്നെസ്സിൻ്റെ വാല്യൂ, ടഫ്നെസ് ഇൻഡെക്സിൻ്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എത്രത്തോളം ഷിയർ സ്ട്രെങ്ത് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ. നിങ്ങളുടെ കയ്യിൽ സെമിലോഗ്രാഫ് ഉണ്ടോ? ഞാനത് ഇന്നലെ വിട്ടുപോയി പറയാൻ. 5-6 മേടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2-3 മേടിച്ച് വെച്ചേക്കാൻ. സെമിലോഗ്രാഫ് ഉണ്ടോ കയ്യിൽ? ഹലോ, ഒരെണ്ണേ ഉള്ളൂ. ഞാൻ അത് അന്ന് 2-3 പ്രിന്റ് എടുത്ത് വയ്ക്കാൻ പറഞ്ഞത്. ഓക്കെ. നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ, സെമിലോഗ്രാഫും സാധാ ഗ്രാഫും കയ്യിൽ ഉണ്ടായിരിക്കണം. കാരണം ഇതിലൊരു പ്രോബ്ലം ഉണ്ട്. ഇനി കാണിച്ചു തരാം. നമ്പർ ഓഫ് ബ്ലോസും വാട്ടർ കണ്ടന്റും തന്നാൽ ലിക്വിഡ് ലിമിറ്റും ഫ്ലോ ഇൻഡെക്സും കാണാൻ നമ്മൾ ഇതുപോലെ സെമിലോഗ്രാഫിലാണ് വരയ്ക്കണത്. അപ്പോൾ തൽക്കാലം ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ആ പ്രോബ്ലം നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യിക്കാം. ഇനി ഈ 2 പ്രോബ്ലം ഉണ്ടായി ചെയ്യിക്കാം. അതിന് മുന്നേ ഞാൻ കുറച്ച് തിയറി, ഇനി അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ സോയിൽ ക്ലാസിഫിക്കേഷൻ ആണ്. സോയിൽ ക്ലാസിഫിക്കേഷനും ബ്രീഫായി പറഞ്ഞിട്ട് ആ പ്രോബ്ലവും ഇതും കൂടെ കമ്പൈൻ ചെയ്ത് ചെയ്യിക്കാം. കാരണം രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത രീതിയിലാണ് ചോദിക്കാറുണ്ട്. ഓക്കെ. സോയിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഗ്രൂപ്പാണ്, നമുക്ക് സോയിലിൻ്റെ ബിഹേവിയർ അനുസരിച്ച് നമുക്ക് പല രീതിയിൽ സോയിൽസിനെ ക്ലാസിഫൈ ചെയ്യാം. നമുക്കിപ്പോൾ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. MI ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻസ്, US ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, ബ്യൂറോ ഓഫ് സോയിൽ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നമ്മൾ യൂഷ്വലി പഠിക്കുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഓഫ് സോയിൽ ക്ലാസിഫിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽസ് ആണ് നമ്മൾ ബേസിക്കലി ഫോളോ ചെയ്യുന്നത്. അപ്പം
ഇത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്തത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന ഇതിൽ നിന്നാണ് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻസ് പറയാം. അതിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് എന്തിനോട് സിമിലർ ആണെന്ന് ചോദിച്ചാൽ യൂണിഫൈഡ് സോയിൽ ക്ലാസിഫിക്കേഷൻ US ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതിനോട് സിമിലർ ആണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻസ്. ഇനി നമ്മൾ ബേസിക്കലി ഫൈൻ ഗ്രെയിൻഡ് സോയിൽസിനെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻസ് പ്രകാരം 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. ഫൈൻ ഗ്രെയിൻ സോയിൽസിനെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻസ് പകരം 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക: ലോ, മീഡിയം ആൻഡ് ഹൈ കംപ്രസിബിലിറ്റി. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് 2 കാറ്റഗറീസ് ഓഫ് ലോ ആൻഡ് ഹൈ, 2 രീതിയിലല്ലാതെ 3 രീതിയിലാണ് ഫൈനെ ക്ലാസിഫൈ ചെയ്യുക: ലോ, മീഡിയം, ഹൈ കംപ്രസിബിലിറ്റി. ഇനി മെയിൻലി ക്ലാസിഫിക്കേഷനിൽ വരെയാണ് സോയിലിനെ 2 ബ്രോഡ് ഡിവിഷൻസ്, 2 ആയിട്ടാണ് മെയിൻലി ഡിവൈഡ് ചെയ്യുക. ആദ്യത്തെയാണ് കോഴ്സ് ഗ്രെയിൻഡ് സോയിൽ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ സോയിൽ ക്ലാസിഫിക്കേഷൻ പറയുന്നതാണ് 3 ഡിവിഷൻസ് ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് ആണ് കോഴ്സ് ഗ്രെയിൻഡ് സോയിൽ. അതെന്ന് പറയുന്നത് 50% ഓർ മോർ ഓഫ് ടോട്ടൽ മെറ്റീരിയൽ ബൈ ഇറ്റ്സ് വെയ്റ്റ് ഈസ് റീറ്റെയിൻഡ് ഓൺ 75 മൈക്രോൺ സീവ്. അതായത് നമ്മൾക്കൊരു സോയിൽ സാമ്പിൾ തന്നാൽ അതിൻ്റെ 50% അതിൽ കൂടുതലോ 75 മൈക്രോണിൽ റീറ്റെയിൻ ചെയ്യുകയാണ് എങ്കിൽ ആ സോയിലിനെ നമ്മൾ എന്ത് പറയും? കോഴ്സ് ഗ്രെയിൻഡ് സോയിൽസ് എന്ന് പറയും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനാണ്, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഫൈൻ ഗ്രെയിൻഡ് സോയിൽസ്. വെൻ 50% ഓർ മോർ ഓഫ് ദി ടോട്ടൽ മെറ്റീരിയൽ പാസസ് ത്രൂ 75 മൈക്രോൺ, 75 മൈക്രോണിൽ കൂടെ സീവ് ചെയ്യുമ്പം 50% താഴെ അതിൽ കൂടുതലോ 75 മൈക്രോണിൽ കൂടെ സീവ് ചെയ്ത് പോരുകയാണ് എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഫൈൻ ഗ്രെയിൻ സോയിൽ എന്ന് പറയും. ഓക്കെ, മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് if the soil is highly organic and contains large percentage of organic matters and particles of decomposed vegetation, it is kept as a separate category known as peat. Organic matters or decomposed vegetation particles or highly organic components ഒക്കെ ഉള്ള സോയിലാണ് എങ്കിൽ അതിനെ നമ്മൾ മൂന്നാമതൊരു ക്ലാസിഫിക്കേഷനിലാണ് പറയുക പീറ്റ് എന്ന്. ഇങ്ങനെ 3 രീതിയിലാണ് ഇന്ത്യൻ ക്ലാസിഫിക്കേഷൻ പ്രകാരം ബേസിക്കലി സോയിലിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിൽ തന്നെ ഈ ഫൈനും കോഴ്സ്, ഫൈന്, പീറ്റ് എന്ന് പറഞ്ഞു. ഇതിൽ തന്നെ വീണ്ടും സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. കോഴ്സ് ഗ്രെയിനിൽ 8 ഗ്രൂപ്പായിട്ടും ഫൈൻ ഗ്രെയിനിൽ 9 ഗ്രൂപ്പായിട്ടും പീറ്റ് എന്ന് പറയുന്ന ഒറ്റ ഗ്രൂപ്പായിട്ടുമാണ് ക്ലാസിഫിക്കേഷൻ. അങ്ങനെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം 18 ഗ്രൂപ്പ്സ് ആണ് സോയിൽ ക്ലാസിഫിക്കേഷനിലുള്ളത്. ഓക്കെ ആണോ? ഇത്രയും സ്പീഡ് കൂടുതലായതുകൊണ്ട് അത്രയും ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, 3 ടൈപ്പാണ്: കോഴ്സ് ഗ്രെയിൻ, ഫൈൻ ഗ്രെയിൻ, പീറ്റ്. കോഴ്സ് ഗ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50% അതിൽ കൂടുതലും എന്ത് ചെയ്യണം? 75 മൈക്രോൺ സീവിൽ റീറ്റെയിൻ ചെയ്യണം. ഫൈൻ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ 50% അതിൽ കൂടുതലും എന്ത് ചെയ്യണം? 75 മൈക്രോണിൽ കൂടെ സീവ് ചെയ്ത് പോരുകയാണ് എങ്കിൽ അതിനെ ഫൈൻ ഗ്രെയിൻ എന്ന് പറയും. ഹൈലി ഓർഗാനിക്കും വെജിറ്റേഷൻ പാർട്സും ഒക്കെയുള്ള, ഡീകമ്പോസ്ഡ് വെജിറ്റേഷനും ഒക്കെയുള്ള ഒരു സോയിൽ പാർട്ടിക്കിൾ ആണെങ്കിൽ അതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയും, പീറ്റ് എന്ന് പറയും. ഓക്കെ, ഈ പറഞ്ഞ 3 എണ്ണമാണ് ബേസിക് ആയിട്ടുള്ളത്. ഇതിൽ തന്നെ സബ് ഡിവിഷൻസ് ഉണ്ട്. ആ സബ് ഡിവിഷൻസിൽ വരുന്നതാണ് കോഴ്സ് ഗ്രെയിനിൽ 8 ഗ്രൂപ്പ് ഉണ്ട്, ഫൈൻ ഗ്രെയിനിനെ വീണ്ടും 9 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും, പീറ്റിനെ ആ ഒരൊറ്റ ഗ്രൂപ്പ്, പീറ്റ് എന്ന് പറയുന്ന ഒരൊറ്റ ഇതായിട്ടാണ് കൺസിഡർ ചെയ്യുക. അങ്ങനെ 18 ഗ്രൂപ്പ്സ് ഉണ്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ പ്രകാരം. ഇനി ആ ഇന്ത്യൻ ക്ലാസിഫിക്കേഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? കോഴ്സ് ഗ്രെയിൻ്റെ കമ്പോണൻസ്, സോയിൽ കമ്പോണൻസ്, സിമ്പിൾ, അതിൻ്റെ പാർട്ടിക്കിൾ സൈസ്. അതുപോലെ തന്നെ ഫൈൻ ഗ്രെയിന്, അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ സിമ്പിൾ, അതിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, ഈ ടേബിള് നിങ്ങൾ അറിയണം. ഇതാണ് ആ ഗ്രൂപ്പ്, സബ് ഡിവിഷൻസ് എന്ന് പറഞ്ഞ് 8 എണ്ണം, 9 എണ്ണം, 1 എണ്ണം എന്ന് പറഞ്ഞില്ലേ, ആ ടേബിളാണ് ഇത്. ഈ 2 എണ്ണം ഫൈൻ ഗ്രെയിനിൻ്റെ, ഇത് കോഴ്സ് ഗ്രെയിനിൻ്റെ, അത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം. ഈ ഗ്രൂപ്പ് അറിഞ്ഞിരിക്കുക. ഇതിൽ പ്രോബ്ലം, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തോ ഒരു പ്രോബ്ലം ചോദിച്ച് കണ്ടിട്ടുണ്ട്, അത് ചെയ്യിച്ച് കാണിച്ചു തരാം.
ജസ്റ്റ് ഞാൻ പറയാം ഇതെന്താന്ന്. ആദ്യത്തെ ബേസിക് കമ്പോണൻസ് ആണ് ഇതിനകത്ത് പറയുന്നത്. ആദ്യത്തെ ക്ലാസിഫിക്കേഷനിൽ പറയാം കോഴ്സ് ഗ്രെയിൻഡ് കമ്പോണൻസ് ആണ്. ഓക്കെ, അതിൽ ബൗൾഡർ ഉണ്ട്, കോബിള്, ഗ്രാവല്, സാൻഡ്. ബൗൾഡറിന് സിമ്പിൾ ഇല്ല, കോബിളിനും സിമ്പിൾ ഇല്ല. ഗ്രാവലിൻ്റെ സിമ്പിളാണ് ക്യാപിറ്റൽ ലെറ്റർ G. സാൻഡ് നമ്മൾ യൂഷ്വലി കാണിക്കുന്നത് S കൊണ്ടാണ്. അപ്പം ബൗൾഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൗണ്ടഡ് ടു ആംഗുലർ ഷേപ്പിൽ കാണാം. ബൾക്കിയാണ്, ഹാർഡ് റോക്ക് പാർട്ടിക്കിൾ, ആവറേജ് ഡയമീറ്റർ മോർ ദാൻ 300 mm ആണ്. ഇനി കോബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൗണ്ട് ടു ആംഗുലർ തന്നെ, ബൾക്കി, ഹാർഡ്, റോക്ക് പാർട്ടിക്കിൾ ആണ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ആവറേജ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 300 mm ആണ്, പക്ഷേ 80 mm റീറ്റെയിൻ ചെയ്യും. അതിനെയാണ് കോബിൾ എന്ന് പറയുക. അടുത്താണ് ഗ്രാവല്. ഗ്രാവലും ഈ പറഞ്ഞ പോലെ റൗണ്ടഡ് ടു ആംഗുലർ ആണ്, ബൾക്കി, ഹാർഡ്, റോക്ക് പാർട്ടിക്കിൾസ് വരെ ഉണ്ടാവും. പക്ഷേ 80 mm കൂടെ പാസ് ചെയ്ത് 4.75 mm റീറ്റെയിൻ ചെയ്യുന്ന സൈസിനെയാണ് ഗ്രാവൽ സൈസ് എന്ന് പറയാം. ആ ഗ്രാവലിൽ തന്നെ വീണ്ടും 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, കോഴ്സും ഫൈനും. അത് 80 to 20 mm നിൽക്കുന്നതാണെങ്കിൽ കോഴ്സ് എന്നും 20 to 4.75 mm വരുന്നതാണെങ്കിൽ അതിനെ ഫൈൻ ഗ്രാവൽ എന്നുമായിരിക്കും പറയാം. അടുത്തതാണ് സാൻഡ്. സാൻഡും ഈ പറഞ്ഞ പോലെ റൗണ്ട് ടു ആംഗുലർ ഷേപ്പിലുണ്ട്, ബൾക്കിയാണ്, ഹാർഡാണ്, റോക്ക് പാർട്ടിക്കിൾസും കാണും. പക്ഷേ 4.75 mm സീവ് ചെയ്ത് 75 മൈക്രോണിൽ റീറ്റെയിൻ ചെയ്യുന്നതിനെയാണ് സാൻഡ് എന്ന് പറയാം. അത് 3 ടൈപ്പ് ഉണ്ട്, കോഴ്സ്, മീഡിയം, ഫൈൻ. കോഴ്സ് എന്ന് പറഞ്ഞാൽ 4.75 to 2 mm വരെയാണ്. മീഡിയം എന്ന് പറഞ്ഞാൽ 2 to 425 മൈക്രോൺ ആണ്. ഫൈൻ എന്ന് പറയുന്നത് 425 മൈക്രോൺ ടു 65 മൈക്രോൺ വരെയാണ്. ഈ സൈസിലുള്ളതിനെ ഫൈൻ എന്ന് പറയും. ഓക്കെ, ഇനി ഫൈൻ ഗ്രെയിൻഡ് കമ്പോണൻസിൽ 3 ടൈപ്പാണുള്ളത്. ആദ്യത്തെയാണ് സിൽട്ട്. അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന M കൊണ്ടാണ്. പാർട്ടിക്കിൾ സ്മോളർ ദാൻ 75 മൈക്രോൺ ISEV. 75 മൈക്രോണിന് താഴെയുള്ള പാർട്ടിക്കിൾസിനാണ് നമ്മൾ സിൽട്ട് എന്ന് പറയാം. ഇതിൽ സ്ലൈറ്റ്ലി പ്ലാസ്റ്റിക് ആണ്, ചിലത് നോൺ പ്ലാസ്റ്റിക് ആണ്. മോയ്സ്ചർ, ലിറ്റിൽ സ്ട്രെങ്ത് ഉണ്ടാവും. അതുപോലെ തന്നെ എയർ ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ, അതായത് വാട്ടർ കണ്ടന്റ് കംപ്ലീറ്റ്ലി മാറിക്കഴിയുമ്പോൾ അതിന് സ്ട്രെങ്ത് ഒന്നും ഉണ്ടാവില്ല. അതാണ് സിൽട്ട് എന്ന് പറഞ്ഞാൽ. അടുത്താണ് ക്ലേ. 75 മൈക്രോണിന് താഴെയുള്ള പാർട്ടിക്കിൾസിനെ തന്നെയാണ് ക്ലേ പാർട്ടിക്കിൾ എന്ന് പറയുക. നൊട്ടേഷൻ C ആണ്. ഇത് ഹൈലി പ്ലാസ്റ്റിക് ആണ്, നമുക്ക് ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും മൗൾഡ് ചെയ്യാനും പറ്റും. കൺസിഡറബിൾ ഒരു സ്ട്രെങ്ത് ഉള്ള പാർട്ടിക്കിളാണ്. എയർ ഡ്രൈ ചെയ്താലും കൺസിഡറബിൾ ഒരു സ്ട്രെങ്ത് ഉള്ള ടൈപ്പ് ഓഫ് ഫൈൻ ഗ്രെയിൻഡ് കമ്പോണൻ്റ് ആണ് ക്ലേ എന്ന് പറയുന്നത്. മൂന്നാമത്താണ് ഓർഗാനിക് മാറ്റർ. O കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. ഓർഗാനിക് മാറ്റർ എന്ന് പറഞ്ഞാൽ വേരിയസ് സൈസുകൾ ഉണ്ടാവും. ഡീകമ്പോസിഷൻ്റെ പല സ്റ്റേജസ് ആണ്. ഓക്കെ, സോയിൽ ഡീകമ്പോസ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള പല സ്റ്റേജസ് ആണ് നമുക്ക് ഓർഗാനിക് മാറ്റേഴ്സിൽ യൂഷ്വലി കാണാൻ പറ്റുന്നത്. ഈ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലാസ്റ്റിസിറ്റി ചാർട്ട് എന്ന് പറയും. ഇതും സോയിലിൻ്റെ ക്ലാസിഫിക്കേഷൻസ് തന്നെയാണ്. ഈ ക്ലാസിഫിക്കേഷൻ പ്ലാസ്റ്റിസിറ്റി ചാർട്ട് വെച്ചിട്ടുള്ള പ്രോബ്ലം ചോദിച്ച് കണ്ടിട്ടുണ്ട്. നമുക്ക് സോയിലിൻ്റെ ഡീറ്റെയിൽസ് തരും, എന്നിട്ട് പ്ലാസ്റ്റിസിറ്റി ചാർട്ട് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞ് കണ്ടിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതിലെങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എക്സ് ആക്സിസിൽ ലിക്വിഡ് ലിമിറ്റ് ആണ് മാർക്ക് ചെയ്യുക, വൈ ആക്സിസിൽ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. എക്സ് ആക്സിസിൽ ലിക്വിഡ് ലിമിറ്റും വൈ ആക്സിസിൽ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സും ആണ് നമ്മൾ മാർക്ക് ചെയ്യുക. ഇതിനകത്ത് CL, CI, CH അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഈ പറയുന്നതെല്ലാം നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഈ ടേബിളിലെ വാല്യൂസ് വെച്ചിട്ടാണ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് കോഴ്സ് ഗ്രെയിനും ക്ലാസിഫിക്കേഷൻ ഓഫ് ഫൈൻ ഗ്രെയിനും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്ലാസ്റ്റിസിറ്റി ചാർട്ട്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ പ്രകാരം പ്ലാസ്റ്റിസിറ്റി ചാർട്ട് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പം താഴെ പറയുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ആ പ്ലാസ്റ്റിസിറ്റി ചാർട്ട് വരുന്നതെന്നുള്ളത്. പ്ലാസ്റ്റിസിറ്റി ചാർട്ട് എന്താണെന്നും അത് അതിനകത്ത് എന്തൊക്കെ ടൈപ്പാണ് ഉള്ളതെന്നും ഒരു പ്രാവശ്യം ക്വസ്റ്റ്യനിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി കോഴ്സ് ഗ്രെയിൻഡ് സോയിൽസ് ആണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു, കോഴ്സ് ഗ്രെയിൻഡ് ആണ്. എന്താ പറഞ്ഞത്, കോഴ്സ് ഗ്രൈൻഡിൽ തന്നെ ഗ്രാവലുണ്ട്. കോഴ്സ് ഗ്രൈൻഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഗ്രാവലും സാൻഡും. ഗ്രാവൽ എന്ന് പറഞ്ഞാൽ 50% എന്ത് ചെയ്യണം, 75 മൈക്രോണിൽ കൂടെ പാസ് ചെയ്ത് 4.75 mm റീറ്റെയിൻ ചെയ്യുന്നതിനെയാണ് ഗ്രാവൽ എന്ന് പറയുക. സാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, 4.75 mm സീവ് ചെയ്ത് പോരുന്ന 50% കൂടുതൽ 4.75 mm സീവിലൂടെ പാസ് ചെയ്ത് പോരുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സാൻഡ് എന്ന് പറയുക. ഈ കോഴ്സ് ഗ്രെയിനിനെ വീണ്ടും 8 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 8 ഗ്രൂപ്പാണിത്. ഗ്രാവല്, അതിൽ തന്നെ വീണ്ടും 2 സാൻഡ്, സാൻഡിൽ തന്നെ വീണ്ടും
2 അതുകൂടാതെ ദേ സബ് ഡിവിഷൻ ഈ 4 8. അതാണ് ഇനി പറയണേ. കോഴ്സ് ഗ്രെയിൻഡ് എന്ന് പറഞ്ഞു 50% കൂടുതൽ എന്ത് ചെയ്യണം, 75 മൈക്രോണിൽ കൂടുതലുള്ള സൈസ് ആയിരിക്കണം. അതിൽ ആദ്യത്തെ 2ആയിട്ടാണ് മെയിൻലി ഡിവൈഡ് ചെയ്യുന്നത് പറഞ്ഞു, ഗ്രാവലും സാൻഡും. ഗ്രാവലാണ് ആദ്യത്തെ, എന്താണ്, മോർ ദാൻ ഹാഫ് ഓഫ് ദി കോഴ്സ് ഫ്രാക്ഷൻ ഈസ് ലാർജർ ദാൻ 4.75 mm. 4.75 mm കൂടുതലുള്ള പാർട്ടിക്കിൾസിനെയാണ് ഗ്രാവൽ എന്ന് പറയുക. അതിനെ ഡിനോട്ട് ചെയ്യുന്ന G ആണ്. അതിൻ്റെ ഫസ്റ്റ് സബ് ഡിവിഷനാണ് ക്ലീൻ ഗ്രാവൽസ്. ഫൈനസ് എന്ന് പറയുന്നത് 5% താഴെയുള്ള ഗ്രാവൽസിനെയാണ് നമ്മൾ ക്ലീൻ ഗ്രാവൽസ് എന്ന് പറയുക. അതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. GW എന്ന് പറയും, അതിനെ വെൽ ഗ്രേഡഡ് ഗ്രാവൽസ് എന്ന് പറയും. അതിൻ്റെ വാല്യൂ CU ഗ്രേറ്റർ ദാൻ 4 ആയിരിക്കും, CC ബിറ്റ്വീൻ 1 and 3. CU എന്ന് പറഞ്ഞാൽ യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റ്, CC എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻറ്റ് ഓഫ് കർവേച്ചർ. ഇതിനെയാണ് CU CC എന്ന് പറയാം. നമ്മൾ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് വരച്ചപ്പം CUവിൻ്റെ വാല്യൂ CCയുടെ വാല്യൂ ഒക്കെ പറഞ്ഞിരുന്നു. അടുത്തതാണ് ക്ലീൻ ഗ്രാവൽസിലെ സെക്കൻഡ് ടൈപ്പ് GP. ഗ്രാവൽ ആണെന്ന് ഓർക്കുക, G എപ്പോഴും ഗ്രാവലിനാണ് യൂസ് ചെയ്യണത്. W ആണെങ്കിൽ വെൽ ഗ്രേഡഡ്, P ആണെങ്കിൽ പുവർലി ഗ്രേഡഡ്. അപ്പം GP എന്ന് പറഞ്ഞാൽ പുവർലി ഗ്രേഡഡ് ഗ്രാവൽസ് ആണ്. അതിൻ്റെ കണ്ടീഷൻ എന്താണ്, നോ മീറ്റിംഗ് ഓൾ ഗ്രഡേഷൻ റിക്വയർമെൻറ്റ് ഫോർ GW. അതായത് GWയിൽ പറഞ്ഞ കണ്ടീഷൻസ് എത്താത്ത എല്ലാ ടൈപ്പും എന്താണ്, പുവർലി ഗ്രേഡഡ് ഗ്രാവൽസ് ആയിരിക്കും. ദെൻ അടുത്തതാണ് ഗ്രാവൽസ് വിത്ത് അപ്രീഷ്യബിൾ എമൗണ്ട് ഓഫ് ഫൈനസ്. അതായത് 12% കൂടുതൽ ഫൈനസ് ഉള്ളതാണ് അടുത്തൊരു ടൈപ്പ്. അതിൽ 2 ഉണ്ട്, GMഉം GCയും. GM എന്ന് പറഞ്ഞാൽ സിൽട്ടി. നമ്മൾ മുകളിൽ പഠിച്ചിരുന്നു. ഇവിടെ എന്താണ് നൊട്ടേഷൻ കണ്ടോ, M എന്ന് പറഞ്ഞാൽ സിൽട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഈ കമ്പോണൻസ് പഠിച്ചത്. G എന്ന് പറഞ്ഞാൽ ഗ്രാവൽ, S സാൻഡ്, സിൽട്ട് M, ക്ലേ C, ഓർഗാനിക് മാറ്റർ O. ഈ കമ്പോണൻസ് വെച്ചിട്ടാണ് നമ്മളിവിടെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തേക്കണം. അപ്പം GM എന്ന് പറഞ്ഞാൽ സിൽട്ടി ഗ്രാവൽസ്. രണ്ടാമത്തെ പേരാദ്യം വരണം. ഓക്കെ, രണ്ടാമത്തെ നൊട്ടേഷൻ എന്താണോ അതാണ് ആദ്യം പേരായിട്ട് കൊടുക്കുക. ദെൻ ഗ്രാവൽസ്. M ഡിനോട്ട് ചെയ്യുന്ന സിൽറ്റിനെയാണ്. ഇപ്പോൾ സിൽട്ടി ഗ്രാവൽസ് എന്ന് പറയും. അതിനെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അറ്റർബർഗ് ലിമിറ്റ് ബിലോ A ലൈൻ ഓർ IP ലെസ് ദാൻ 4. ഈ ഗ്രാഫിൽ കാണിക്കും CM. നമ്മൾക്ക് സോയിലിൻ്റെ ഇത് കണ്ട ഇതാണ് A ലൈൻ. A ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്, IP എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.73 × WL, ലിക്വിഡ് ലിമിറ്റ് -20. ഈ വാല്യൂ കിട്ടുന്നത് എപ്പോഴാണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, A ലൈൻ എന്ന് പറയാം. ഓക്കെ, അപ്പം GM എന്ന് പറഞ്ഞാൽ സിൽട്ടി ഗ്രാവലാണെന്ന് പറഞ്ഞു. IPയുടെ വാല്യൂ ലെസ് ദാൻ 4. IP ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്യണേ. ഓക്കെ, IPയുടെ വാല്യൂ 4ൽ താഴെയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സിൽട്ടി ഗ്രാവൽസ് എന്ന് പറയുക. അതായത് അറ്റർബർ ലിമിറ്റ് ബിലോ A ലൈൻ. IPയുടെ വാല്യൂ 4ൽ താഴെ എന്ന് പറയുമ്പം ഇവിടെ വരും A ലൈന് താഴെയുമാണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സിൽട്ടി ഗ്രാവൽസ് എന്ന് പറയാം. അടുത്തതാണ് GC, ക്ലേ ഗ്രാവൽസ് ആണ്. അറ്റർബർഗ് ലിമിറ്റ് എബവ് A ലൈൻ. അതായത് IPയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 7. IPയുടെ വാല്യൂ 7ൽ കൂടുതലുള്ളതിനെ നമ്മൾ സിൽട്ടി ക്ലേ ഗ്രാവൽസ് എന്ന് പറയും. ദെൻ അതിൻ്റെ റിമാർക്കായിട്ട് പറയുകയാണ് അറ്റർബർഗ് ലിമിറ്റ് പ്ലോട്ടിംഗ് എബവ് A ലൈൻ വിത്ത് IP ബിറ്റ്വീൻ 4 and 7, ബോർഡർ ലൈൻ കോസിംഗ് റിക്വയറിംഗ് യൂസ് എ ഡ്യുവൽ സിമ്പൽ GM-GC. 4നും 7നും ഇടയ്ക്കാണെങ്കിൽ നമ്മൾ സിമ്പൽ കാണിക്കും. 4ൽ കുറവും 7ൽ കൂടുതലും ഉള്ളത് നമ്മൾ പറഞ്ഞു. ഇനി 4നും 7നും ഇടയിലാണെങ്കിൽ എന്ത് ചെയ്യും, GM-GC. ഇതിൻ്റെ ഇടയിലാണെങ്കിൽ GM-GC എന്നുള്ള സിമ്പൽ കൊണ്ടായിരിക്കും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഇനി അതിന് റിമാർക്കായിട്ട് പറയാണ് വെൻ ഫൈനസ് ആർ ബിറ്റ്വീൻ 5 to 12%, ബോർഡർ ലൈൻ കേസസ് റിക്വയറിംഗ് ഡ്യുവൽ സിമ്പൽസ്. 5% കുറവും 12% കൂടുതലെന്നുള്ളത് പറഞ്ഞു ഫൈനസ്. ഇനി ഇൻ ബിറ്റ്വീൻ 5ഉം 12നും ഇടയ്ക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡ്യുവൽ സിമ്പിൾസ് ആയിരിക്കും യൂസ് ചെയ്യുക. GP-GM. GP എന്ന് പറഞ്ഞാൽ പുവർലി ഗ്രേഡഡ് ആണ്, എന്നാൽ സിൽട്ടി ഗ്രാവൽസും ആണ്. ഇതിൻ്റെ ഇടയിൽ വരുന്നത് ഇങ്ങനെ നമ്മൾ പെയർ ചെയ്ത് പറയും. ഓക്കെ, അടുത്തതാണ് കോഴ്സിലെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ സാൻഡ്. സാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4.7 മോർ ദാൻ ഹാഫ് ഓഫ് ദി കോഴ്സ് ഗ്രെയിൻഡ് ഫ്രാക്ഷൻസ് ഈ സ്മോളർ ദാൻ 4.75 mm. 4.75 mm താഴേക്ക് വരുന്ന പോർഷനെയാണ് സാൻഡ് എന്ന് പറയാം. അതിൽ തന്നെ 2 ഉണ്ട്. ക്ലീൻ സാൻഡും ഫൈനസ് ലെസ് ദാൻ 5%, രണ്ടാമത്തെ ഫൈനസ് എബവ് 12%.
അതിൽ തന്നെ വീണ്ടും 2 ഡിവിഷൻ, ക്ലീൻ സാൻഡിൽ 2 എണ്ണം, SW SP. എസ് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യണേ? മുകളിൽ നോക്ക്, എസ് എന്ന് പറയുന്നത് സാൻഡ് ആണ്, അതുകൊണ്ടാണ് ആ സിമ്പിൾ എസ് കൊടുത്തിരിക്കുന്നത്. ഇനി SW എന്ന് പറഞ്ഞാൽ വെൽ ഗ്രേഡഡ് സാൻഡ്സ് ആണ്. CU ഗ്രേറ്റർ ദാൻ 6 ആയിരിക്കും, CCയുടെ വാല്യൂ 1 and 3 ഇടയിലായിരിക്കും. അടുത്താണ് SP, പുവർലി ഗ്രേഡഡ് സാൻഡ് ആണ്. ഈ കണ്ടീഷൻ ലൊക്കാത്ത എല്ലാം എന്താണ്? SPയിൽ വരും. ഓക്കെ, SW കണ്ടീഷനിൽ വരാത്തതെല്ലാം SPയിലായിരിക്കും ഇൻക്ലൂഡ് ചെയ്യാം. അടുത്തത് ഫൈനസ് 12% കൂടുതലാണ് എങ്കിൽ അതിനെ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു. SM, സിൽട്ടി സാൻഡ്സ്, അട്ടർബർഗ് ലിമിറ്റ് ബിലോ A ലൈൻ, IP ലെസ് ദാൻ 4. ഇവിടുത്തെ ആദ്യത്തെ കണ്ടീഷൻ തന്നെയാണ്. രണ്ടാമത്തത് SC, ക്ലേയി സാൻഡ് എന്ന് പറയും, അട്ടർബർഗ് ലിമിറ്റ് എബവ് A ലൈൻ, IP ഗ്രേറ്റർ ദാൻ 7. പിന്നെ പറയാണ് 7-നും 7-ഉം 4-നും 7-നും ഇടയിലെ ഇവിടെ GM എന്ന് GC എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ എങ്ങനെയായിരിക്കും പറയാം? SM-SC. അങ്ങനെ ഡ്യുവൽ സിമ്പലിലായിരിക്കും 4-നും 7-നും ഇടയിലാണ് എങ്കിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഇതാണ് കോഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇനി അടുത്തത് ബൗണ്ടറി ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയും. ബൗണ്ടറി ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഡ്യുവൽ സിമ്പിൾസ് വെച്ചിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ബൗണ്ടറി ക്ലാസിഫിക്കേഷൻ. അത് ഫൈൻ ഗ്രെയിനും ഉണ്ട്, കോഴ്സ് ഗ്രെയിനും ഉണ്ട്. ഫൈൻ ഗ്രെയിനാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ്, കംപ്രസിബിലിറ്റി വിത്തിൻ ദ സെയിം കംപ്രസിബിലിറ്റി ആണ് എങ്കിൽ നമുക്ക് കിട്ടുന്ന സോയിലിൻ്റെ കംപ്രസിബിലിറ്റി സെയിം ആണെങ്കിൽ നമ്മൾ ML-CL, എമ്മും എല്ലും സിയും എല്ലും എന്താണെന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, എന്താണ് എം? സിൽറ്റാണ്. എല്ല് നമ്മൾ എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യണത്? ലിക്വിഡ് ലിമിറ്റിനെയാണ് കാണിക്കുക. അപ്പം M-CL എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലേയും എം എന്തായിരുന്നു? ഇത് സിൽറ്റാണ്. അപ്പം ക്ലേ സാൻഡ് ക്ലേ ആണ്. MO എന്ന് പറഞ്ഞാൽ സാൻഡ് ഓർഗാനിക് പാർട്സ് ആണ്. CO എന്ന് പറഞ്ഞാൽ ക്ലേ വിത്ത് ഓർഗാനിക് കമ്പോണൻസ്. അങ്ങനെയാണ് ആ ഡിവിഷൻസ്, ആ നൊട്ടേഷൻസ് വെച്ചിട്ടാണ് ക്ലാസിഫിക്കേഷൻ. ഇനി ലോ മീഡിയം കംപ്രസിബിലിറ്റി ആണെങ്കിൽ ഈ 3 ടൈപ്പാണ്, ML-MI, CL-CI, OL-OI. മീഡിയം ആൻഡ് ഹൈ കംപ്രസിബിലിറ്റി ആണെങ്കിൽ ഈ 3 ടൈപ്പാണ്, ML-MH, CI-CH, OI-OH. അടുത്തത് കോഴ്സ് ഗ്രെയിനിൻ്റെ ആണ്. കോഴ്സ് ഗ്രെയിനിന് വരുമ്പം SM-ML, അതുപോലെ തന്നെ SC-CL. വീണ്ടും ഉണ്ട്, ഈ 2 ക്ലാസിഫിക്കേഷൻസേ ഉള്ളൂ. അടുത്തത് കോഴ്സ് ഗ്രെയിൻ പറഞ്ഞ പോലെ തന്നെ ഫൈൻ ഗ്രെയിനും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. 9 ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പഠിച്ചു. ആ 9 ക്ലാസിഫിക്കേഷൻസ് ആണിത്. ഫൈൻ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 75 മൈക്രോണിലൂടെ പാസ് ചെയ്ത് വരും. തന്നിരിക്കുന്ന സോയിൽ സാമ്പിളിൻ്റെ 50% കൂടുതലും എന്ത് ചെയ്യും? 75 മൈക്രോണിലൂടെ താഴെ പോരുന്നതിനെയാണ് ഫൈൻ ഗ്രെയിൻ എന്ന് പറയുക. അതിനെ 2ആയിട്ട് മെയിൻലി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ലോ കംപ്രസിബിലിറ്റി എൽ ഡിനോട്ട് ചെയ്യുന്ന ലോ കംപ്രസിബിലിറ്റി ആണ്. രണ്ടാമത്തേതാണ്, അതായത് ലിക്വിഡ് ലിമിറ്റ് ലെസ് ദാൻ 35. രണ്ടാമത്തേതാണ് ഇൻ്റർമീഡിയറ്റ് കംപ്രസിബിലിറ്റി I, ലിക്വിഡ് ലിമിറ്റ് ഗ്രേറ്റർ ദാൻ 35 ബട്ട് ലെസ് ദാൻ 50. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഹൈലി കംപ്രസിബിലിറ്റി H എന്ന് പറയും, ലിക്വിഡ് ലിമിറ്റ് ഗ്രേറ്റർ ദാൻ 50. ലോ കംപ്രസിബിലിറ്റിനെ വീണ്ടും നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. ML എന്ന് പറഞ്ഞാൽ സിൽട്ടാണ്. അപ്പം ഇൻഓർഗാനിക് സിൽട്ട് വിത്ത് നൺ ടു 0 to ലോ പ്ലാസ്റ്റിസിറ്റി, അതിനെയാണ് ഒട്ടും പ്ലാസ്റ്റിസിറ്റി ഇല്ല, ലോ പ്ലാസ്റ്റിസിറ്റി വരെ ഉള്ളതിനാണ് ML എന്ന് പറയുക. അട്ടർബർഗ് ലിമിറ്റിൻ്റെ വാല്യൂ ലെസ് ദാൻ, അല്ലെങ്കിൽ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ലെസ് ദാൻ 7 ആയിരിക്കും. അടുത്താണ് CL, ഇൻഓർഗാനിക് ലേ ഓഫ് ലോ പ്ലാസ്റ്റിസിറ്റി. ഓക്കെ, ആ ലോ പ്ലാസ്റ്റിസിറ്റി ആണ് L കൊണ്ട് ഡിനോട്ട് ചെയ്യുക. അതിൻ്റെ IP-യുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 7 ആയിരിക്കും. ഓക്കെ, ഒരെണ്ണം ലെസ് ദാൻ 7ഉം ഒരെണ്ണം ഗ്രേറ്റർ ദാൻ 7ഉം. Atterberg limit plotting above A line with IP between 4 to 7 is hatched as ML-CL. കണ്ടോ, ഇവിടെ ഈ ഗ്രാഫിൽ ML-CL എന്നുണ്ട്. ഇതാണ് ആ പ്ലോട്ട് ചെയ്തത് 7-നും 4-നും ഇടയിലുള്ള, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ML-CL. അതിനെ നമ്മൾ ലോ കംപ്രസിബിലിറ്റി ഫൈൻ സാൻഡ് എന്നാണ് പറയുക. ദെൻ അടുത്തതാണ് OL, ഓർഗാനിക് സിൽട്ട് ഓഫ് ലോ പ്ലാസ്റ്റിസിറ്റി ആണ്. അട്ടർബർഗ് ലിമിറ്റ് പ്ലോട്ട് ബിലോ A ലൈൻ, A ലൈനിൽ താഴേക്ക് കാണിക്കുന്നതാണ് OL എന്ന് പറയുന്നത്. ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സോയിൽസ് പ്ലോട്ട് ഇൻ ദ സെയിം സോൺ ഓൺ പ്ലാസ്റ്റിക് ചാർട്ട് ആർ ഡിസ്റ്റിങ്യൂഷ്ഡ് ബൈ ഓർഡർ, കളർ ഓർ ലിക്വിഡ് ലിമിറ്റ് ടെസ്റ്റ് ആഫ്റ്റർ ഓവൻ ഡ്രൈയിങ്. നമ്മൾ ഓർഗാനിക്കോ ഇൻഓർഗാനിക്കോ
നമ്മൾ ആ പ്ലാസ്റ്റിസിറ്റി ചാർട്ടിൽ കാണിക്കുമ്പം ഓവൻ ഡ്രൈ ചെയ്ത് അതിൻ്റെ ഓർഡറും ലിക്വിഡ് ലിമിറ്റും ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്ലാസ്റ്റിസിറ്റി ചാർട്ടിൽ കാണിക്കുക. അടുത്ത ക്ലാസിഫിക്കേഷനാണ് ഇൻ്റർമീഡിയേറ്റ് കംപ്രസിബിലിറ്റി. അതിന് 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. MI ഇൻഓർഗാനിക് സിൽട്ട് ഓഫ് മീഡിയം പ്ലാസ്റ്റിസിറ്റി, അട്ടർബർ ലിമിറ്റ് പ്ലോട്ട് ബിലോ എ ലൈൻ. എ ലൈന് താഴെയായിരിക്കും പ്ലോട്ട് ചെയ്യുക. MI കാണിച്ചിട്ടുണ്ട് ഇവിടെ, കണ്ടോ? MI അല്ലെങ്കിൽ OI, ഇത് ML അല്ലെങ്കിൽ OL, MH അല്ലെങ്കിൽ OH, ഇതെല്ലാം എ ലൈനിന് താഴെയായിരിക്കും. തൊട്ട് മുകളിൽ CL, CI, CH എന്ന് പറയുന്നത് എ ലൈനിന് എബവ്. അതിൻ്റെ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് അത് പ്ലോട്ട് ചെയ്യുന്നത്. അടുത്തതാണ് CI ഇൻഓർഗാനിക് ലേ ഓഫ് മീഡിയം പ്ലാസ്റ്റിസിറ്റി, അട്ടർബർ ലിമിറ്റ് പ്ലോട്ട് എബവ് എ ലൈൻ ആണ്. OI എന്ന് പറഞ്ഞാൽ ഓർഗാനിക് സിൽട്ടോ പ്ലാസ്റ്റിസിറ്റിക് ലിമിറ്റ്, അട്ടർബർ ലിമിറ്റ് പ്ലോട്ട് ബിലോ എ ലൈൻ. എ ലൈനിന് താഴെയായിരിക്കും OI കാണിക്കുക. ഇനി a reduction in liquid limit after oven drying to the value less than 3/4 of the liquid limit before oven drying is positive identification of organic soil. അതായത് നമ്മൾ ഓവൻ ഡ്രൈ ചെയ്തതിന് മുന്നേ ലിക്വിഡ് ലിമിറ്റിൽ റിഡക്ഷൻ ഉണ്ട് എങ്കിൽ, ഓവൻ ഡ്രൈ ചെയ്തതിന് ശേഷം 3/4 റിഡക്ഷൻ കാണിക്കുകയാണ് എങ്കിൽ അതിനെ നമ്മൾ ഓർഗാനിക് സോയിൽസ് ആയിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. ഹൈലി കംപ്രസിബിൾ ആണ് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. MH, CH, OH, വീണ്ടും 3 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് അതിന്. ഇൻഓർഗാനിക് സിൽട്ട് ഓഫ് ഹൈ കംപ്രസിബിലിറ്റി എന്ന് പറയും. അത് എ ലൈനിന് താഴെയായിരിക്കും കാണിക്കുക. CH ആണ് അടുത്തത്. ഇൻഓർഗാനിക് ലേ ഓഫ് ഹൈ പ്ലാസ്റ്റിസിറ്റി ആണ്, എ ലൈനിന് എബവ് ആയിരിക്കും കാണിക്കുക. OH എന്ന് പറയുന്ന ഓർഗാനിക് ലേ ഓഫ് മീഡിയം ഹൈ പ്ലാസ്റ്റിസിറ്റി ആണ്, അട്ടർബർ ലിമിറ്റ് പ്ലോട്ട് ബിലോ എ ലൈൻ ആയിരിക്കും. ദെൻ ലാസ്റ്റ് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഹൈലി ഓർഗാനിക് സോയിൽ, PT. നമ്മുടെ ഡീകമ്പോസ്ഡോ വെജിറ്റേഷൻസ് ഒക്കെ ഉള്ള പാർട്ട് സോയിലാണ് ഹൈലി ഓർഗാനിക് സോയിൽ. പീറ്റ് എന്ന് പറയും. PT ആണ് റെപ്രസെൻറ്റേഷൻ. പീറ്റ് ആൻഡ് അതർ ഹൈ ഓർഗാനിക് സോയിൽസ് ആണ്. ഇതിന് കളർ ഉണ്ടാവും, ഓർഡർ ഉണ്ടാവും, സ്പോഞ്ചി ഫീലിംഗ് ആയിരിക്കും, ഫൈബർ സ്ട്രക്ചർ ആയിരിക്കും. അങ്ങനെയുള്ള സോയിലിനെയാണ് നമ്മൾ ഹൈലി ഓർഗാനിക് അല്ലെങ്കിൽ പീറ്റ് എന്ന് പറയാം. ഓക്കെ, ഇത് നിങ്ങൾ പഠിക്കാൻ പറ്റുന്ന പോലെ പഠിച്ചു വയ്ക്കുക. പ്രധാനമായും നമുക്ക് പ്രോബ്ലംസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്, കണ്ടോ? ലിക്വിഡ് ലിമിറ്റും പ്രാക്ടിക്കൽ ഇതുമൊക്കെ തന്നിട്ട് നമ്മളോട് ചോദിക്കും ഏത് സ്റ്റാൻഡേർഡിലാണ് സോയിൽ ക്ലാസിഫിക്കേഷൻ വരുന്നതെന്ന്. അപ്പോൾ നമ്മൾക്ക് അത് ആൻസർ എഴുതണമെങ്കിൽ നമ്മൾ ഈ ലിക്വിഡ് ലിമിറ്റിൻ്റെ വാല്യൂസും ഈ നൊട്ടേഷൻസും അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ക്ലാസിഫിക്കേഷൻസ് ഏതാണെന്ന് ചോദിക്കും. അതിൻ്റെ പ്ലാസ്റ്റിസിറ്റി ചാർട്ട് വരയ്ക്കാനുമാണ് യൂഷ്വലി ചോദിക്കുകയാണെങ്കിൽ ഈ സെക്ഷനിൽ ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറ്. അപ്പം അത് പ്ലാസ്റ്റിസിറ്റി ചാർട്ട് കിട്ടിയിരിക്കുന്ന ഡേറ്റാസ് വെച്ചിട്ട് ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ എ ലൈൻ വരയ്ക്കണം. എ ലൈൻ വരച്ചിട്ട് ബാക്കി തന്നിരിക്കുന്ന സോയിലിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കുക. എ ലൈന് താഴേക്കാണോ എ ലൈനിന് മുകളിലാണോ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് വരുന്നതെന്ന് IP-യുടെ വാല്യൂ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ CL-ഉം CH-ഉം ഒക്കെ മാർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട്. ചെയ്യിക്കാം അത്. അപ്പം ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇതിൻ്റെ ഏകദേശ രൂപരേഖ പഠിച്ചു വയ്ക്കുക. തൽക്കാലം ഇപ്പം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതുക. ഈ ക്വസ്റ്റ്യൻ എഴുതാമോ? ഈ ക്വസ്റ്റ്യനും താഴേക്കുള്ള അതും കൂടെ ഒരുമിച്ച് സോൾവ് ചെയ്തു പോകും. അതുകൊണ്ടാണ്. ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും ഒക്കെ തന്നിട്ട് നമ്മളോട് ലിക്വിഡിറ്റി ഇൻഡെക്സ്, റിലേറ്റീവ് കൺസിസ്റ്റൻസി, ഇങ്ങനെ കുറേ ടേംസ് ഒക്കെ കാണാൻ ചോദിക്കും. അതാണ് ഈ സെക്ഷനിലെ ക്വസ്റ്റ്യൻ. പിന്നെ സോയിൽ ക്ലാസിഫിക്കേഷൻ, ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ക്വസ്റ്റ്യൻ എഴുതുമല്ലേ? എഴുതിക്കൊണ്ടിരിക്കാം. ഓക്കെ. If the water content of the soil in its in its natural condition in the field is
20%. A soil has liquid limit of 25%. LL എന്ന് പറഞ്ഞാൽ liquid limit ആണ് of 25% and flow index of 12.5% if PL എന്താ is 15%. Determine PI and TI. PI TI എന്ന് പറഞ്ഞാൽ എന്താ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സും TI എന്ന് പറഞ്ഞാൽ ടഫ്നെസ് ഇൻഡെക്സ് ആണ്. PL എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിസിറ്റി ലിമിറ്റ് ആണ്. If the water content of the soil in its natural condition in the field is 20%, find liquidity index and relative consistency. നമുക്കൊരു സോയിൽ സാമ്പിൾ തന്നിട്ടുണ്ട്, അതിന്റെ ലിക്വിഡ് ലിമിറ്റും PI and TI എന്നാണോ? TI ടഫ്നെസ് ഇൻഡെക്സ്. PI and TI. A soil has liquid limit. ഒരു സോയിലിന് ലിക്വിഡ് ലിമിറ്റ് ഉണ്ട് 25ഉം ഫ്ലോ ഇൻഡെക്സ് തന്നിട്ടുണ്ട് 12.5%. അങ്ങനെയാണെങ്കിൽ അതുകൂടാതെ പ്ലാസ്റ്റിക് ലിമിറ്റും തന്നിട്ടുണ്ട് 15%. അങ്ങനെയാണെങ്കിൽ സോയിലിൻ്റെ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സും ടഫ്നെസ് ഇൻഡെക്സും കാണാനാണ് ക്വസ്റ്റ്യൻ. രണ്ടാമത് പറയുകയാണ് നാച്ചുറൽ കണ്ടീഷനിൽ അതിൻ്റെ വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് 20% ആണ്. അങ്ങനെയാണെങ്കിൽ ലിക്വിഡിറ്റി ഇൻഡെക്സും റിലേറ്റീവ് കൺസിസ്റ്റൻസിയും കാണാനാണ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ലിക്വിഡ് ലിമിറ്റ് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ആദ്യം എടുത്തെഴുതുക. സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ക്വസ്റ്റ്യൻ എഴുതിയോ? ഓക്കെ. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ആദ്യം തന്നിരിക്കുന്നത് ലിക്വിഡ് ലിമിറ്റ് ആണ്. അപ്പം നിങ്ങൾ ലിക്വിഡ് ലിമിറ്റ് എന്ന് തന്നെ എഴുതിയിട്ട് എഴുതിക്കോ, പരിചയം ആവണല്ലേ ഉള്ളൂ. ലിക്വിഡ് ലിമിറ്റ് WL ഈസ് ഈക്വൽ ടു 25% ആണ്. ദെൻ എന്താണ് ഫ്ലോ ഇൻഡെക്സ്? ഫ്ലോ ഇൻഡെക്സ് IF ആണ് നൊട്ടേഷൻ, 12.5% ആണ്. ഇനി PL എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ലിമിറ്റ്. പ്ലാസ്റ്റിക് ലിമിറ്റ് ആണ് WP സഫിക്സ് P 15%. പിന്നെന്താ തന്നിരിക്കണേ? നാച്ചുറൽ വാട്ടർ കണ്ടന്റ്. വാട്ടർ കണ്ടന്റ് W തന്നിട്ടുണ്ട് 20%. ഓക്കെ. നമ്മളോട് ആദ്യം കാണാൻ പറഞ്ഞിരിക്കുന്നത് PI. PI എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. PI അല്ലെങ്കിൽ I സഫിക്സ് P എന്ന് പറയും. ഇതിൽ ഏതെങ്കിലും ഒരു നൊട്ടേഷൻ ഓർത്ത് വെക്കാം കേട്ടോ, PI എന്നോ അല്ലെങ്കിൽ IP എന്നോ. IP എങ്ങനെയാ കാണണേ? അല്ലെങ്കിൽ PI എങ്ങനെയാ കാണണേ? W minus WP ആവും. എങ്ങനെയായിരുന്നു കാണണേ? WL minus WP ആവും. WL minus the plasticity index. WL minus WP. WL ഉം WP യും അറിയാം. WL മൈനസ് WP ആണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. കണ്ടുപിടിക്കുക.
എത്ര കിട്ടും? 25 മൈനസ് 15 10% കിട്ടും. കിട്ടിയോ? കിട്ടി. ഓക്കെ. ഇനി അടുത്തത് കാണാൻ ചോദിച്ചേക്കണ എന്താണ്? ടഫ്നെസ് ഇൻഡെക്സ് ആണ്. ടഫ്നെസ് ഇൻഡെക്സ് TI അല്ലെങ്കിൽ I_T രണ്ടും ഡിനോട്ട് ചെയ്യാറുണ്ട്. TI അല്ലെങ്കിൽ IT കാണാനുള്ള ഇക്വേഷൻ എന്താ? IP/IF ആണ്. എങ്ങനെ കാണാം? IP/IF. എത്രയാണ് IP? 10.1 എന്ന് പറഞ്ഞോ? 0.1 അല്ല 10%. ആ 10%. ഇപ്പൊ തൊട്ട് മുകളിൽ നമ്മൾ കണ്ടില്ലേ? 10 ഫ്ലോ ഇൻഡെക്സ് എത്രയാണ്? 12.5. എത്ര പെർസെൻറ്റേജ് വരും നോക്കാം. എത്ര കിട്ടിയേ? 18 80%. 80. ആ ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നാച്ചുറൽ വാട്ടർ കണ്ടന്റ് ഉണ്ട്. ഓക്കെ, നാച്ചുറൽ വാട്ടർ കണ്ടന്റ് ഉണ്ട്. എത്രയാണ്? 20% പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്ത് കാണണം? ലിക്വിഡിറ്റി ഇൻഡെക്സും റിലേറ്റീവ് കൺസിസ്റ്റൻസിയും കാണണം. ഓക്കെ, എന്താണ് ലിക്വിഡിറ്റി ഇൻഡെക്സ്? ലിക്വിഡിറ്റി ഇൻഡെക്സ് LI അല്ലെങ്കിൽ എങ്ങനെ കാണാം? ലിക്വിഡിറ്റി ഇൻഡെക്സ് നമ്മൾ എവിടെ എഴുതിയായിരുന്നേ? ഇത് I_L. I_L എന്താ ഇക്വേഷൻ? ഇതായിരുന്നു ഇക്വേഷൻ. W മൈനസ് WP/IP ഇൻറ്റു 100. W മൈനസ് WP/IP ഇൻറ്റു 100. അതാണ് ലിക്വിഡിറ്റി ഇൻഡെക്സ്. W എന്ന് പറഞ്ഞാൽ നാച്ചുറൽ വാട്ടർ കണ്ടന്റ്, WP എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ലിമിറ്റ്, IP എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഇൻറ്റു 100. എത്ര പെർസെൻറ്റേജ് വരും എന്ന് പറ? 50. 50. അല്ല 20 മൈനസ് 15 അല്ലേ? 20 മൈനസ് 15 50% ആയിരിക്കും. കറക്റ്റാ. വാട്ടർ കണ്ടന്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഡെസിമലിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇൻറ്റു 100 ചെയ്യാൻ. തെറ്റിക്കരുതേ. ഇവിടെ നമ്മൾ പെർസെൻറ്റേജിൽ കൊടുക്കരുത്. പിന്നെ ഇൻറ്റു 100 ചെയ്യുമ്പോൾ വീണ്ടും തെറ്റിപ്പോവും. വാട്ടർ കണ്ടന്റ് അല്ലേ, അത് എപ്പോഴും ഡെസിമലിലാണ് എഴുതാവുള്ളൂ. പെർസെൻറ്റേജ് മാറ്റി എഴുതാവുള്ളൂ. എല്ലാം അങ്ങനെ ആക്കണ്ടേ? 0.15 എല്ലാം അങ്ങനെ ആക്കണം. നേരെ ഇട്ടത്. അന്നേരം പിന്നെ 100 കൊണ്ട് ഗുണിക്കണ്ടല്ലേ? അന്നേരം 100 കൊണ്ട് ഗുണിക്കണ്ട. നേരെ ഇടണമെങ്കിൽ 100 കൊണ്ട് ഗുണിക്കരുത്, തെറ്റിപ്പോകും. വാട്ടർ കണ്ടന്റ് അല്ലേ, എപ്പോഴും ആ ബോധത്തോടെ ചെയ്യുക. ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ് എന്നൊക്കെ പറയുന്ന സാധനം എന്താണ്? വാട്ടർ കണ്ടന്റ് ആണ്. അപ്പൊ തരുന്ന വാട്ടർ കണ്ടന്റ് എപ്പോഴും നമ്മൾ എങ്ങനെയാ പഠിക്കാറ്? പ്രോബ്ലത്തിൽ ഇടുമ്പോൾ ചെയ്യുന്നത് ഡെസിമലിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പെർസെൻറ്റേജ് മാറ്റിയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെപ്പോഴും മൈൻഡിൽ ഇട്ടേക്കാം. അടുത്തതാണ് കൺസിസ്റ്റൻസി ഇൻഡെക്സ്, CI അല്ലെങ്കിൽ IC. അതിൻ്റെ ഇക്വേഷൻ WL മൈനസ് W/IP ഇൻറ്റു 100. അതാണ് കൺസിസ്റ്റൻസി ഇൻഡെക്സ് അല്ലെങ്കിൽ റിലേറ്റീവ് ഇൻഡെക്സ്. റിലേറ്റീവ് ഇൻഡെക്സിൻ്റെ വേറൊരു പേരാണ് കൺസിസ്റ്റൻസി ഇൻഡെക്സ്. ലിക്വിഡ് ലിമിറ്റ് മൈനസ് നാച്ചുറൽ വാട്ടർ കണ്ടന്റ് ഡിവൈഡഡ് ബൈ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. ഡെസിമലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം.
50%. കൺസിസ്റ്റൻസി ഇൻഡെക്സ് അല്ലെങ്കിൽ റിലേറ്റീവ് ഇൻഡെക്സ്. ഓക്കെ ആണോ? കിട്ടിയില്ലേ? കിട്ടി മിസ്സേ. ആ ഓക്കെ. നൊട്ടേഷൻ തന്നെയായിരിക്കും എക്സാമിന് വന്നത്. എന്തോ? ഈ നൊട്ടേഷൻസ് ഒക്കെ നമ്മൾ ഇടുന്ന തന്നെയാണ് എക്സാം ക്വസ്റ്റ്യൻ ഇത് പേപ്പറിലും. സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ആയിട്ടായിരിക്കില്ല പറയുക. ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ് അങ്ങനെ എഴുതി തന്നെ ചോദിക്കും. നൊട്ടേഷൻസ് ചോദിക്കില്ല. കഴിഞ്ഞ സെമിലെ ചില കാര്യങ്ങളെ നമ്മൾ പഠിച്ച് ഇപ്പൊ ഉണ്ടായ നൊട്ടേഷനും ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ നൊട്ടേഷനും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. MOS-നാണോ അത് FM-ലോ? MOS-ലൊക്കെയാ. ജിജിയുടെ ഇതിലെ നൊട്ടേഷൻസ് തന്നാൽ തന്നെ കൂടുതലും കണ്ടേക്കണ സ്പെസിഫിക് ഗ്രാവിറ്റി, ജിയുടെ വാല്യൂ, അതൊക്കെ സ്റ്റാൻഡേർഡ് ജി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. പൊതുവേ നൊട്ടേഷൻസ് തരുന്ന കുറവാണ്. നമുക്ക് എഴുതി തന്നെ ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ് അങ്ങനെ എഴുതി തന്നെയാണ് ചോദിക്കാറുള്ളത്. അല്ലാതെ നൊട്ടേഷൻസ് കുറവാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിജിഡിറ്റി ഒക്കെ ഇല്ലേ, മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്നൊക്കെ പറഞ്ഞ അത് നമ്മൾ സി എന്ന് പറഞ്ഞ് പഠിച്ചേ, പക്ഷെ ചിലതിലൊരു ജി ഒക്കെ ആവും. ജി അത് ശരിക്കും നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ജി ആണ് യൂസ് ചെയ്ത് ഞാൻ കണ്ടേക്കണേ പൊതുവെ. ഇപ്പൊ ഞാൻ പറയുമ്പോൾ ജി ആണ് പറയാറുള്ളത് മോഡുലസ് ഓഫ് റിജിഡിറ്റി. ജി സിയും കാണാറുണ്ട്. ജി ആണ് ഏറ്റവും കൂടുതൽ കാണാറ്. ചിലപ്പോൾ സി എന്ന് പറയാറുണ്ട്. അപ്പൊ ആ നൊട്ടേഷൻസ് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ജിന്നും സിന്നും ഒക്കെ പറയാറുണ്ട്. രണ്ടും യൂസ് ചെയ്യും. പക്ഷെ എപ്പോഴും ഞാൻ ചെയ്യിക്കുമ്പോൾ ജി വെച്ചാണ് കൂടുതൽ ചെയ്യിച്ചേക്കണേ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ക്വസ്റ്റ്യൻ എഴുത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. A sample of clay has liquid limit and shrinkage limit. SL എന്ന് പറഞ്ഞാൽ shrinkage limit ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ SL LL എന്ന് ചോദിക്കില്ല. ലിക്വിഡ് ലിമിറ്റ് ആൻഡ് shrinkage limit അങ്ങനെ തന്നെ എഴുതും. 60% and 25%. If the sample has a volume of 10 ml at a liquid limit and a volume of 6.4 ml at a shrinkage limit. ഇതിപ്പോ SL കഴിഞ്ഞിട്ടാണ് എഴുതിയത്. SL respectively 60 and 25. A sample of clay has liquid limit and shrinkage limit respectively 60 and 25%. If the sample has a volume of 10 ml at a liquid limit and a volume of 6.4 ml at a shrinkage limit, determine specific gravity of solids. നിങ്ങൾക്ക് അടുത്ത ആഴ്ച എന്നൊക്കെ എക്സാം ഉള്ളത്? മീൻസ് നാളെ എക്സാം ഉണ്ട്, പിന്നെ ശനി ഞായറും ഉണ്ടോ? 4-ാം തീയതി ഉണ്ട്, 6-ാം തീയതി ഉണ്ട്, 9. 1, 2, 3, 4-ാം തീയതി ചൊവ്വാഴ്ച ആരുടെ എക്സാമാ? ചൊവ്വാഴ്ച ട്രാൻസ്പോർട്ടേഷൻ. പിന്നെന്നാ 6 ജിയോളജി. 6 ജിയോളജി. 7-ാം തീയതി ഇല്ല. പിന്നെ 8, 9 അല്ലേ? 8, 9 ആണ് കൂട്ടപ്പരിച്ചില് എല്ലാം കൂടെ. ഓക്കെ. ക്വസ്റ്റ്യൻ എഴുതിയോ? ലാസ്റ്റ് സോളിഡ് ആണ്, സോയിൽ ആണ്? സോളിഡ്. സ്പെസിഫിക് ഗ്രാവിറ്റി എപ്പോഴും നമ്മൾ പറയുന്നത് സോളിഡ്സിനാണ്. സോയിലിലെ സോളിഡ് പാർട്ടിക്കിൾ ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി.
ഒരു സോയിൽ സാമ്പിൾ ഉണ്ട്, ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ശ്രിങ്കേജ് ലിമിറ്റും നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ലിക്വിഡ് ലിമിറ്റിലുള്ള സമയത്ത് ലിക്വിഡ് ലിമിറ്റ് 60% ആർന്നപ്പോൾ ഉള്ള വോളിയം തന്നിട്ടുണ്ട് 10 ml. ശ്രിങ്കേജ് ലിമിറ്റ് ആയപ്പോൾ ഉള്ള വോളിയം 6.4. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ലിക്വിഡ് ലിമിറ്റിൽ നിന്ന് ശ്രിങ്കേജ് ലിമിറ്റിലേക്ക് വന്നപ്പം വോളിയം ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ക്ലിയർ ആണ്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി കാണാൻ. നമ്മൾ എടുത്ത സോയിൽ മാസിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയായിരിക്കും എന്ന് കാണാനാണ് ക്വസ്റ്റ്യൻ. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി? ജി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയം. സ്പെസിഫിക് ഗ്രാവിറ്റി അത് ഡെൻസിറ്റി. ഡെൻസിറ്റി വെയിറ്റ് ബൈ വോളിയം. അല്ല, വെയിറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് വാട്ടർ. അതായത് ഡെൻസിറ്റി ഓഫ് സോളിഡ്സ് ബൈ ഇക്വലന്റ് ഡെൻസിറ്റി ടു വാട്ടർ. അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയാം. ഇനി ഡെൻസിറ്റി ഓഫ് സോളിഡ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? മാസ് ഓഫ് സോളിഡ് ബൈ വോളിയം ഓഫ് സോളിഡ് ഇൻറ്റു റോ ഡബ്ല്യു എന്ന് എഴുതാം. ഇല്ലേ? ഈ എഴുതിയേക്കുന്നത് മനസ്സിലായോ? ഇനി റോന്ന് എന്ത് ചെയ്യാം? മാസ് ഓഫ് സോളിഡ് ബൈ വോളിയം ഓഫ് സോളിഡ് എന്ന് എഴുതാം. ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്ക് അറിയാലോ. ഓക്കെ, അപ്പം നമുക്ക് ജി കണ്ടുപിടിക്കണമെങ്കിൽ എന്തറിയണം? എത്രമാത്രം സോളിഡ് മാസ് ഓഫ് സോയിൽ ഉണ്ടായിരുന്നു എന്നറിയണം, വോളിയം ഓഫ് സോയിൽ എത്രയാണെന്ന് അറിയണം, സോളിഡ് എത്രയാണെന്ന് അറിയണം, ഡെൻസിറ്റി ഓഫ് വാട്ടറും അറിയണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ടേംസിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റിയാൽ എന്ത് കണ്ടുപിടിക്കാം? സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാം. ക്ലിയർ ആയോ പറഞ്ഞത്? എം എസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സോളിഡ്സ്, വി എസ് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് സോളിഡ്, ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് റോ ഡബ്ല്യു. ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്പെസിഫിക് ഗ്രാവിറ്റി കാണാം. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, എങ്ങനെ നമുക്ക് മാസ് ഓഫ് സോളിഡ്സും വോളിയം ഓഫ് സോളിഡ്സും കണ്ടുപിടിക്കാൻ പറ്റും? തന്നിരിക്കുന്നത് ലിക്വിഡ് ലിമിറ്റും ശ്രിങ്കേജ് ലിമിറ്റും അതിന് കറസ്പോണ്ടിങ് ഉള്ള വാട്ടർ വോളിയം ചേഞ്ചുമാണ്. എന്നാൽ എങ്ങനെ നമുക്ക് എം എസും വി എസും കാണാം? ശരിക്കും ഈ ലിക്വിഡ് ലിമിറ്റും ശ്രിങ്കേജ് ലിമിറ്റും എന്നും പറഞ്ഞാൽ നമുക്ക് ലിക്വിഡ് ലിമിറ്റ് എന്ന് പറഞ്ഞൊരു വാല്യൂ തരുന്നുണ്ട്, ശ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറഞ്ഞും ഒരു വാല്യൂ ഉണ്ട്. ആക്ച്വലി എന്താ അത്? വാട്ടർ കണ്ടന്റ് അല്ലേ? വാട്ടർ കണ്ടന്റ് ആണ് അത്. അത് ആദ്യമേ മനസ്സിലാക്കാം. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? വാട്ടർ കണ്ടന്റ് ആണ്. 2 സ്റ്റേജിലുള്ള സോയിലിന്റെ വാട്ടർ കണ്ടന്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് ഏതൊക്കെ സ്റ്റേജ് ആണ്? ലിക്വിഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേജിലെ വാട്ടർ കണ്ടന്റാ? പ്ലാസ്റ്റിസിറ്റി കഴിയുമ്പോൾ ഉള്ളതാണ്. ലിക്വിഡ് ടു പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് ഉള്ളതാണ് എന്ത്? ലിക്വിഡ് ലിമിറ്റ്. ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് മാറാൻ എടുത്ത വാട്ടർ കണ്ടന്റ് ആണ് ആദ്യത്തെ. രണ്ടാമത്തെ എന്താണ്? ശ്രിങ്കേജ് ലിമിറ്റ് ആണ്. ശ്രിങ്കേജ് ലിമിറ്റ് എന്താണ്? സെമി സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് എങ്ങോട്ടാണ്? സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറാൻ എടുത്ത വാട്ടർ കണ്ടന്റ് ആണ്. ഓക്കെ, ഈ സോളിഡ് സ്റ്റേറ്റിലായി കഴിയുമ്പോൾ എന്താ പ്രത്യേകത? വാട്ടർ കണ്ടന്റ് മാറി മാറി ആ ഗ്രാഫ് വാട്ടർ കണ്ടന്റ് കുറഞ്ഞേക്കുമല്ലേ? 60 ആയിരുന്നു 25 ആയി. ആ ശ്രിങ്കേജ് ലിമിറ്റ് വന്നപ്പോൾ വാട്ടർ കണ്ടന്റ് കുറഞ്ഞു. അതിനർത്ഥം എന്താണ്? ആ ശ്രിങ്കേജ് ലിമിറ്റിൽ വരുമ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ? വാട്ടറിന്റെ എമൗണ്ട് ഉണ്ടോ? അല്ല, അതിലെന്താണ്? ഓക്കെ, തൽക്കാലം ഇത് എഴുതുക. സ്പെസിഫിക് ഗ്രാവിറ്റി G is equal to rho S by rho W. Therefore, G is equal to ms by Vs
റോ ഡബ്ല്യു. ഇത് എഴുതിയോ? ഓക്കെ, എഴുത്. ലെറ്റ് us assume ms, m suffix s, be mass of solids. Okay, therefore mass of water at liquid limits, mass of water at liquid limit. എങ്ങനെ എഴുതാം? വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് വാട്ടർ ബൈ മാസ് ഓഫ് സോളിഡ്സ് ആണ്. ഓക്കെ, അപ്പം മാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം? വാട്ടർ കണ്ടന്റ് ഇൻറ്റു എം എസ് എന്ന് എഴുതാം. നമ്മളോട് ചോദിച്ചേക്കുവാണ് മാസ് ഓഫ് വാട്ടർ അറ്റ് ലിക്വിഡ് ലിമിറ്റ്. ലിക്വിഡ് ലിമിറ്റ് ആയപ്പോൾ അല്ലെങ്കിൽ ലിക്വിഡ് ലിമിറ്റ് ഉണ്ടായിരുന്നപ്പോൾ എത്രത്തോളം വാട്ടറിന് മാസ് ഉണ്ടായിരുന്നു? അപ്പോൾ ആ മാസ് എങ്ങനെ കാണാം? ലിക്വിഡ് ലിമിറ്റിൻ്റെ വാട്ടർ കണ്ടന്റ് ഇൻറ്റു മാസ് ഓഫ് സോളിഡ്സ്. എഴുത്. മാസ് ഓഫ് വാട്ടർ അറ്റ് ലിക്വിഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലിക്വിഡ് ലിമിറ്റ് ഇൻറ്റു എം എസ്. അടുത്തത് മാസ് ഓഫ് വാട്ടർ അറ്റ് ശ്രിങ്കേജ് ലിമിറ്റ്. മാസ് ഓഫ് വാട്ടർ അറ്റ് ശ്രിങ്കേജ് ലിമിറ്റ് W S into ms, which is equal to 0.25 into ms. MW എന്ന് ഉദ്ദേശിക്കുന്നത് shrinkage limit ആണോ? MW അല്ല, മാസ് ഓഫ് വാട്ടർ അറ്റ് ശ്രിങ്കേജ് ലിമിറ്റ്. ഇത് എഴുത്. മാസ് ഓഫ് വാട്ടർ അറ്റ് ശ്രിങ്കേജ് ലിമിറ്റ് which is equal to WS, shrinkage ലിമിറ്റിലെ വാട്ടർ കണ്ടന്റ് ഇൻറ്റു മാസ് ഓഫ് സോളിഡ്സ്. അതാണ് 0.25 ഇൻറ്റു ms. ഇവിടെ ലിക്വിഡ് ലിമിറ്റ് ആണ്. മാസ് ഓഫ് വാട്ടർ അറ്റ് ലിക്വിഡ് ലിമിറ്റ് അത് 0.6 ms എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ലിമിറ്റ് ഇൻറ്റു ms. എഴുതിയോ? വാല്യൂ പെട്ടെന്നല്ലോ ഇട്ടോ. 0.6 ആ ലിമിറ്റ് അറിയാലോ. ലിക്വിഡ് ലിമിറ്റിൽ എത്രയാണ് വാട്ടർ കണ്ടന്റ്? 0.6 ഇൻറ്റു ms. ഷ്രിങ്കേജ് ലിമിറ്റ് വരുമ്പോൾ 0.25 ഇൻറ്റു ms. ഇത് എഴുതാം. ഈ വാല്യൂസ് എഴുതിയോ? ഓക്കെ, ഇനി എഴുതാം. മാസ് ഓഫ് വാട്ടർ ലോസ്റ്റ് ബിറ്റ്വീൻ ലിക്വിഡ് ലിമിറ്റ് ആൻഡ് ഷ്രിങ്കേജ് ലിമിറ്റ്. മാസ് ഓഫ് വാട്ടർ lost between liquid limit and shrinkage limit. Mass of water lost between liquid limit and shrinkage limit. Mass of water lost between liquid limit and shrinkage limit. അപ്പോൾ എന്ത് വരും? 0.6 ms minus 0.25 ms, which is equal to 0.35 ms. എഴുതിയോ? ഓക്കെ, അടുത്ത എഴുതാം. റിഡക്ഷൻ ഇൻ വോളിയം ഈക്വൽ ടു 0.35 ms. അതെങ്ങനെ കിട്ടണേ മിസ്സേ? ഈ മാസല്ലേ നമ്മൾ 0.35 മാസ് ഓഫ് വാട്ടർ, അതായത് ലിക്വിഡ് ലിമിറ്റിൽ നിന്ന് ഷ്രിങ്കേജ് ലിമിറ്റിലേക്ക് ഉണ്ടായപ്പം ലോസ് ചെയ്ത വാട്ടറിൻ്റെ മാസ് എന്ന് പറയുന്നത് 0.35 ms ആയിരുന്നു. അതിന് എത്രയാണ്? അതെന്ന് പറയണത് എന്താണ്? വാട്ടർ കണ്ടന്റ് കുറഞ്ഞു വരുമ്പം നമ്മൾ എന്താ പറയുക? അതിന് വോളിയം ചേഞ്ച് ആണ് അല്ലേ? അപ്പം ആ സ്റ്റേജിലേക്ക് കൺവേർട്ട് ചെയ്തപ്പം എത്രത്തോളം മാസ് ഓഫ് വാട്ടർ നഷ്ടപ്പെട്ടോ അത്രത്തോളം എന്താണ് ഉണ്ടായത്? വോളിയം ചേഞ്ച് ആണ് ഉണ്ടായത്. ഓക്കെ, അത് നമുക്ക് റിലേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് സോളിഡ്സ് എത്ര മാസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ലിക്വിഡ് ലിമിറ്റും ഷ്രിങ്കേജ് ലിമിറ്റും തന്നേക്കണേ.
അതിന് പകരം പ്ലാസ്റ്റിക് ലിമിറ്റ് ആയിരുന്നു തന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, ആ വോളിയം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഷ്രിങ്കേജ് വരുമ്പോൾ എന്താണ്, വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വോളിയം എങ്ങനെയാണ്, കോൺസ്റ്റന്റ് ആണ്. പിന്നെ അങ്ങോട്ട് ഫർദർ ആയിട്ട് വോളിയം ഡിക്രീസ് ചെയ്യില്ല ഷ്രിങ്കേജ് ലിമിറ്റ് കഴിഞ്ഞാൽ. അപ്പം ആ ഒരു കൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എത്രത്തോളം മാസ് ഓഫ് വാട്ടർ, ലിക്വിഡ് ലിമിറ്റിൽ നിന്ന് ഷ്രിങ്കേജ് ലിമിറ്റ് വരെ എത്രത്തോളം വാട്ടറിന്റെ മാസിന് ലോസ് ചെയ്തോ അത്രയും വോളിയത്തിന് എന്തുണ്ടായിട്ടുണ്ട്, ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഷ്രിങ്കേജ് ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, വോളിയം ചേഞ്ച് ഇല്ല, കോൺസ്റ്റന്റ് വോളിയം ആയിരിക്കും. അപ്പം ആ മാസ് ലോസ് ചെയ്തത് വോളിയത്തിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞാണ് നമ്മൾ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 നമ്മൾ ആ ഷ്രിങ്കേജ് ലിമിറ്റ് കാണാൻ നേരത്തെ ചെയ്തത്. അപ്പം ആ വോളിയം ചേഞ്ച് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കണം, മാസ്, എത്രത്തോളം വാട്ടറിന്റെ മാസ് ലോസ് ചെയ്തോ അതിനോട് ഈക്വൽ ആയിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ റിഡക്ഷൻ ഇൻ വോളിയം എന്ന് പറഞ്ഞത് എന്താണ്, 0.35 ms തന്നെയായിട്ട് എടുത്തത്. ഈ മാസും വോളിയം ഈക്വൽ ആണ്. മാസും വോളിയവും റിഡക്ഷൻ ഇൻ വോളിയാണ്, വോളിയം അല്ല, റിഡക്ഷൻ, വോളിയത്തിനുണ്ടായ തത്തുല്യമായ ചേഞ്ച് അതാണ് ഉദ്ദേശിക്കുന്നത്. റിഡക്ഷൻ ഇൻ വോളിയം എന്ന് പറയുന്നത് ആ വാട്ടറിന് എത്രത്തോളം മാസ് നഷ്ടപ്പെട്ടോ അത് ഈക്വൽ ആണെന്നാണ് പറയണത്. അതെങ്ങനെ ഈക്വൽ ആവണമെന്ന് പറഞ്ഞുതരാം. ഇനി നമ്മൾക്ക് ആക്ച്വൽ വോളിയം ചേഞ്ച് അറിയാം. 10 ആയിരുന്നു ലിക്വിഡ് ലിമിറ്റിൽ, ഷ്രിങ്കേജ് ലിമിറ്റ് ആയപ്പോൾ 6.4 ആയി. അപ്പം ആ വോളിയം ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ മാസ് ഓഫ് വാട്ടർ ലോസിനോട് ഈക്വൽ ആയിരിക്കും. അപ്പം നമുക്ക് റിഡക്ഷൻ ഇൻ ആക്ച്വൽ വോളിയം നമുക്ക് എന്തിനോട് ഈക്വലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, വോളിയത്തിനോട് തന്നെ ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ആ വോളിയത്തിലേക്ക് ആക്കിയതാണിത്. അതെങ്ങനെയാണ് ഇങ്ങനെ ആയത്, വോളിയം ഓഫ് വാട്ടർ, ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് ഓഫ് വാട്ടർ ബൈ വോളിയം ഓഫ് വാട്ടർ ആണ്. ആ വോളിയം നമുക്ക് എങ്ങനെ കാണാം, മാസ് ഓഫ് വാട്ടർ ബൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തിനാണ്, 1 gram. ആ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമുക്ക് എന്ത് പറയാ, വോളിയം ഓഫ് വാട്ടർ എന്ന് പറയുന്നത് മാസ് ഓഫ് വാട്ടറിനോട് ഈക്വൽ ആണെന്ന്. ഓക്കെ, ആ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് മാസ് ഓഫ് വാട്ടർ ലോസ്റ്റ് ബിറ്റ്വീൻ ലിക്വിഡ് ലിമിറ്റ് ആൻഡ് ഷ്രിങ്കേജ് ലിമിറ്റ് വിൽ ബി ഈക്വൽ ടു റിഡക്ഷൻ ഇൻ വോളിയം. ക്ലിയർ ആയോ? വാട്ടറിന്റെ കേസിൽ ശരിയാണ്. വാട്ടറിന്റെ കേസിൽ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, സോളിഡ്സിന്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റില്ല. അത് എങ്ങനെയാണ് ഈക്വൽ ആയെന്ന് ചോദിച്ചതിനുള്ള ഉത്തരമാണിത്. ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് വാട്ടർ ബൈ വോളിയം ആണ്. അതിൽ നിന്ന് വോളിയം ഓഫ് വാട്ടർ എങ്ങനെ കാണാം, മാസ് ഓഫ് വാട്ടർ ബൈ 1 gram. ഡെൻസിറ്റി എത്രയാണ്, 1 gram/ml ആണ്. അതുകൊണ്ട് എന്താണ്, വോളിയം ഓഫ് വാട്ടർ എന്ന് പറയുന്നതും മാസ് ഓഫ് വാട്ടറിനോട് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും വാട്ടറിന്റെ കേസിൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ വാട്ടറിന്റെ ലോസ്റ്റ് മാസ് എന്ന് പറയുന്നത് വോളിയത്തിന്റെ റിഡക്ഷൻ ഈക്വൽ ആണെന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ആക്ച്വൽ റിഡക്ഷൻ വോളിയം നമുക്കറിയാം, അത് തമ്മിൽ ഇക്വേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, മാസ് ഓഫ് സോളിഡ്സ് കണ്ടുപിടിക്കും. ക്ലിയർ ആയോ? വാട്ടർ അല്ലേ സാധനം, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയണത്. മാസ് എന്ന് പറയുന്നത് ഈക്വൽ ടു വോളിയം, റിഡക്ഷൻ ഇൻ വോളിയം. വാട്ടർ ആയതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. ക്ലിയർ ആയോ ഇത്? ഓക്കെ, ഇനി ആക്ച്വൽ റിഡക്ഷൻ ഇൻ വോളിയം എഴുതാം. 10 - 6.4 ആണ് 3.6. അപ്പം നമുക്ക് മാസ് ഓഫ് സോളിഡ്സ് കിട്ടും. അപ്പം നമ്മളോട് കാണാൻ ചോദിച്ചിരിക്കുന്ന ഇതാണ്, സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്, ജി ആണ്. ജി ഈക്വൽ ടു നമ്മൾ എഴുതി വെച്ചേക്കണ എന്താണ്, MS/VS/ρW ആണ്. അപ്പം മാസ് ഓഫ് സോളിഡ്സ് കിട്ടും. അതിന് ശേഷം എന്ത് കണ്ടുപിടിക്കണം, വോളിയം ഓഫ് സോളിഡ് പാർട്ടിക്കിൾ കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം കണ്ടുപിടിക്കാൻ. ഹലോ, മാസ് ഓഫ് സോളിഡ്സ് വരെ കിട്ടിയോ എല്ലാവർക്കും? ജി ഈക്വൽ ടു ഇതാണ്, MS/VS/ρW. അതിൽ MS കിട്ടി. ഇവിടെ വരെ എഴുതിയോ? 10.828 gram. അവിടെ വരെ ക്ലിയർ ആണോ? മനസ്സിലായോ പറഞ്ഞത്?
ഇനി നമുക്ക് വേണ്ടത് വി എസ് ആണ്, വോളിയം ഓഫ് സോളിഡ്സ്. വോളിയം ഓഫ് സോളിഡ് എങ്ങനെ കാണാം? വോളിയം ഓഫ് സോളിഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ശ്രിങ്കേജ് ലിമിറ്റിലുള്ള വോളിയം എത്രയാണ്? ഹലോ, ശ്രിങ്കേജ് ലിമിറ്റിലെ വോളിയം 6.4 ആണ്. ഓക്കെ, അതെന്താണ്? ശ്രിങ്കേജ് ലിമിറ്റിൽ എന്തുണ്ട്? വാട്ടറും ഉണ്ട്, സോളിഡും ഉണ്ട്, ഇല്ലേ? ശ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറഞ്ഞ എന്താണ്? ഇങ്ങനെയാണ് ഗ്രാഫ് അല്ലേ? ലിക്വിഡ് ലിമിറ്റ് വരും, പ്ലാസ്റ്റിക് ലിമിറ്റ് വരും, ദെൻ ശ്രിങ്കേജ് ലിമിറ്റ് വരും. ആ ശ്രിങ്കേജ് ലിമിറ്റിൽ വരുമ്പോൾ എന്താണ്? വാട്ടറും കാണും, സോളിഡും കാണും. ഓക്കെ, അതിലെ ടോട്ടൽ വോളിയം നമുക്കറിയാം എത്രയാണ്? 6.4 ആണ്. ഓക്കെ, ഇനി ഈ ശ്രിങ്കേജ് ലിമിറ്റിലെ വാട്ടറിന്റെ വോളിയം കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കാണാം? സോളിഡ്സിന്റെ വോളിയം കാണാൻ പാടില്ലേ? ഇതിലെല്ലാത്തിലും എന്തുണ്ട്? സോയിൽ പ്ലസ് വാട്ടർ ആണ്. ശ്രിങ്കേജ് ലിമിറ്റ് വരുമ്പോഴും എങ്ങനെയാണ്? സോയിൽ പ്ലസ് വാട്ടർ ആണ്. ഫർദർ വോളിയം ചേഞ്ച് ഉണ്ടാകുന്നില്ല, ഇതിനപ്പുറത്തേക്ക് എന്നാ പറഞ്ഞേക്കണേ. പക്ഷെ ഈ ഒരു ശ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറഞ്ഞ പോയിന്റിൽ എന്തുണ്ട്? വാട്ടർ കണ്ടന്റും ഉണ്ട്, സോളിഡ് പാർട്ടിക്കിളും ഉണ്ട്. അതിലെ ടോട്ടൽ വോളിയം നമുക്കറിയാം. ശ്രിങ്കേജ് ലിമിറ്റ് ആയപ്പോൾ ഉള്ള ടോട്ടൽ വോളിയം നമുക്കറിയാം 6.4 ആണ്. അത് എന്തൊക്കെ കൂടുന്നതാണ്? ആ പോയിന്റിലെ വാട്ടറും സോളിഡും കൂടെ കൂടുന്നതാണ്. ഓക്കെ, 6.4 എന്ന് പറയുന്നത്. അതിൽ വാട്ടർ കണ്ടാൽ, വാട്ടറിന്റെ വോളിയം കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കാണാം? സോളിഡ്സിന്റെ വോളിയം കാണാം. വാട്ടറിന്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കും? എഴുത്. മാസ് ഓഫ് വാട്ടർ അറ്റ് ശ്രിങ്കേജ് ലിമിറ്റ് നമുക്കറിയാം. മാസ് ഓഫ് വാട്ടർ അറ്റ് ശ്രിങ്കേജ് ലിമിറ്റ് ഈസ് ഇക്വൽ ടു 0.25 ms ആണ്. ഇനി അതിന് കറസ്പോണ്ടിങ് വോളിയം ഓഫ് വാട്ടർ എത്രയായിരിക്കും? നമുക്ക് ഈ റിലേഷൻ വെച്ചിട്ട് തന്നെ ശ്രിങ്കേജ് ലിമിറ്റിലെ വാട്ടറിന്റെ മാസ് നമുക്ക് കിട്ടും, മാസ് ഓഫ് സോളിഡ്സ് കിട്ടിയോണ്ട്. അതെന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? വോളിയം ഓഫ് വാട്ടറിനോട് ഈക്വൽ ആയിരിക്കും മറ്റ് ശ്രിങ്കേജ് ലിമിറ്റ്, ഈ ഒരു റിലേഷൻ വെച്ചിട്ട്. ക്ലിയർ ആയോ? Therefore എഴുത്. വോളിയം ഓഫ് വാട്ടർ അറ്റ് ശ്രിങ്കേജ് ലിമിറ്റ് വിൽ ബി ഈക്വൽ ടു 2.57 ml. Therefore വോളിയം ഓഫ് സോളിഡ്സ് VS is equal to എന്ത് വരും? ഇനീഷ്യൽ വോളിയം 6.4 ആയിരുന്നു ശ്രിങ്കേജ് ലിമിറ്റിൽ, വാട്ടറിന്റെ വോളിയം ഇതാണ്. അത് കുറച്ചാൽ എന്ത് കിട്ടും? സോളിഡ്സിന്റെ വോളിയം കിട്ടും. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുക? സ്പെസിഫിക് ഗ്രാവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. മാറ്റില്ല, ഒന്നും എഴുതിയെടുത്തില്ല. ഇല്ല, മാറ്റില്ല. വാട്ടർ ആയതുകൊണ്ടാണ് ഇങ്ങനെ മാസ് ഈക്വൽ ടു വോളിയം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ സോളിഡ് പോർഷൻസ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല, മാസ് ഈക്വൽ ടു വോളിയം ആണെന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. വാട്ടറിന്റെ കേസിൽ പക്ഷെ എന്ത് ചെയ്യാം? ഡെൻസിറ്റി ഓഫ് വാട്ടർ യൂണിറ്റ് 1 gram per milliliter ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മാസ് ഓഫ് വാട്ടർ ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ എന്ന് പറയാം. അത് റിഡക്ഷൻ ആയാലും ഒറിജിനൽ ആണെങ്കിലും. ടു 2.68 എന്ന് കിട്ടും. ക്ലിയർ ആയോ? എഴുതിയോ?
എഴുതി. മനസ്സിലായോ? ഇപ്പൊ ക്ലിയർ ആയോ പ്രോബ്ലം? ഇതുപോലത്തെ രണ്ടെണ്ണം ചെയ്താലേ ഇതിനെ ഉറക്കുള്ളൂ. കാരണം ഇപ്പൊ 6.4 എന്ന് പറഞ്ഞതിന്റെ സമ്മ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുത്താലേ പറ്റൂ. എന്നുവെച്ചാൽ ഷ്രിങ്കേജ് ലിമിറ്റിലെ വോളിയാണ്. ഷ്രിങ്കേജ് ലിമിറ്റ് പ്രത്യേകത എന്താണ്? അതിനുശേഷം വോളിയം കോൺസ്റ്റന്റ് ആണ്, വോളിയത്തിന് ചേഞ്ച് വരില്ല. അപ്പം ആ പോയിന്റിൽ വെച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ലിക്വിഡ് ലിമിറ്റിലെ വോളിയം വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ വോളിയം റിഡക്ഷൻ സംഭവിക്കും അതിനുശേഷം. അതുകൊണ്ടാണ് നമ്മൾ ഷ്രിങ്കേജ് ലിമിറ്റിലെ വാട്ടർ കണ്ടന്റ് എടുത്തുകൊണ്ട് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ കൺസെപ്റ്റ് ശരിക്കും മനസ്സിലാക്കിയാലാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു സ്പെഷ്യൽ പ്രോബ്ലം ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. അതൊരു സെമിലോഗ്രാഫ് വെച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞു ഫ്ലോ കർവ്, നമ്പർ ഓഫ് ഫ്ലോസും വാട്ടർ കണ്ടന്റും തന്നു കഴിഞ്ഞാൽ സെമിലോഗ്രാഫ് എക്സ് ആക്സിസിൽ നമ്പർ ഓഫ് ഫ്ലോസും വൈ ആക്സിസിൽ വാട്ടർ കണ്ടന്റും വെച്ചിട്ട് ഗ്രാഫ് വരച്ചിട്ട് വേണം ലിക്വിഡ് ലിമിറ്റ്. ലിക്വിഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് 25 നമ്പർ ഓഫ് ബ്ലോസ്. ഇവിടെ 25 എണ്ണുക, കറസ്പോണ്ടിങ് ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. തിരി 25 നമ്പർ ഓഫ് ബ്ലോസിന് കറസ്പോണ്ടിങ് ഇവിടുന്ന് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, ഗ്രാഫിൽ ടച്ച് ചെയ്യും, നേരെ വൈ ആക്സിസിലേക്ക് റീഡ് ചെയ്യുക. ആ വാട്ടർ കണ്ടന്റ് ആണ് ലിക്വിഡ് ലിമിറ്റ്. പിന്നെ കാണാൻ പറഞ്ഞിരുന്നത് ഫ്ലോ ഇൻഡെക്സ് ആണ്. അടുത്ത ക്ലാസ്സിൽ ചെയ്യിക്കാം. ഫ്ലോ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഗ്രാഫിൻ്റെ സ്ലോപ്പ് W1 - W2 by ഇത്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യിക്കാം. ഇതും ഈ ഒരു പ്രോബ്ലം സെമിലോഗ്രാഫ് കൊണ്ടുവരണം. ഈ സോയിൽ ക്ലാസിഫിക്കേഷൻ്റെ 1, 2 പ്രോബ്ലം ഉണ്ട്. ഓക്കെ, ഈ 2 പ്രോബ്ലം നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.